നമസ്കാരം. ആദ്യ ക്ലാസ്സിൽ നമ്മൾ പൊളിറ്റിക്കൽ സയൻസിൻ്റെ 2 പാർട്ടുള്ളതിലെ ആദ്യ പാർട്ടിലെ 1ാമത്തെ ചാപ്റ്ററിൻ്റെ ക്ലാസ്സാണ് എടുത്ത് ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നത്. അത് കണ്ടിട്ട് കുറേയേറെ പേര്, എല്ലാവരും ഇല്ല, കുറേയേറെ പേര് ക്ലാസ് കണ്ടു എന്നും മനസ്സിലായെന്നും ഒക്കെ ഉള്ള അഭിപ്രായങ്ങൾ അറിയിക്കുകയുണ്ടായി. ഇന്നതിൻ്റെ ബാക്കിയായിട്ടുള്ള 2ാമത്തെ ചാപ്റ്ററിനെ കുറിച്ചാണ് നമ്മൾ പരിശോധിക്കുന്നത്. 2ാമത്തെ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് ഏകകക്ഷി മേധാവിത്വത്തിൻ്റെ കാലഘട്ടം. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സുപ്രധാനമായ സ്വാതന്ത്ര്യാനന്തരമുള്ള ചില പ്രത്യേകതകളെക്കുറിച്ചാണ്, രാഷ്ട്രീയമായ പ്രത്യേകതകളെക്കുറിച്ചാണ് നമ്മൾ ഈ അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത്. ഏകകക്ഷി മേധാവിത്വ കാലഘട്ടം. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ ഒരു നിശ്ചിത കാലയളവ് വരെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മേധാവിത്വമായിരുന്നു ഗവൺമെന്റിൽ നിലനിന്നിരുന്നത്. അതായത് ഇന്ത്യയിലെ കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റുകളുടെയും ഭരണ നേതൃത്വം ഏറെയും ഒരു കക്ഷിയിലായിരുന്നു. സ്വാതന്ത്ര്യം പ്രാപിച്ച നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യം നേരിടേണ്ടി വന്ന വിവിധ വെല്ലുവിളികളെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ആപ്പിൽ പറഞ്ഞത്. അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയായിരുന്നു സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ജനാധിപത്യം സ്ഥാപിക്കുക എന്നത്. നമുക്കറിയാം, ലോകത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള രാജ്യങ്ങളിൽ ഒരെണ്ണമാണ് നമ്മുടെ രാജ്യം. അതായത് ജനസംഖ്യയിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യയെ പോലെ ഒരു രാജ്യത്ത് ജനാധിപത്യം സ്ഥാപിക്കുന്നത് ഒരു വലിയ വെല്ലുവിളിയായിരുന്നു. ഒരു പുതിയ ഭരണക്രമം, സാമ്രാജ്യത്വ ശക്തികളിൽ നിന്നും അധികാരം ഇന്ത്യയിലെ ജനങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട അവസ്ഥയിൽ, അല്ലെങ്കിൽ ഇന്ത്യക്കാരിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട അവസ്ഥയിൽ, ആ കൈമാറ്റം ചെയ്യപ്പെട്ട നമ്മുടെ രാജ്യത്ത് ജനാധിപത്യം സ്ഥാപിക്കുന്നത് ഒരു വലിയ വെല്ലുവിളി തന്നെയായിരുന്നു. ജനാധിപത്യം സ്ഥാപിക്കുന്നത് വോട്ടവകാശത്തിലൂടെയാണ്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിലൂടെയാണ്. ആധുനിക ജനാധിപത്യത്തിന്റെ പ്രത്യേകത അതാണ്. ജനങ്ങൾ ജനങ്ങളുടെ പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നു, അവര് ഗവൺമെന്റ് ഉണ്ടാക്കുന്നു. അത്തരത്തിൽ നമ്മൾ 1ാം വർഷം തന്നെ കേട്ടതാണ്, പാർലമെന്ററി ജനാധിപത്യ വ്യവസ്ഥ നമ്മൾ ബ്രിട്ടനിൽ നിന്നും ഇന്ത്യൻ ഭരണഘടനയിൽ കടം കൊണ്ടിട്ടുണ്ട്. ആ പാർലമെന്ററി ജനാധിപത്യ വ്യവസ്ഥയിൽ ജനങ്ങൾ ജനങ്ങളുടെ പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നു. ആ ജനപ്രതിനിധികൾ ഗവൺമെന്റ് ഉണ്ടാക്കുന്ന ഭരണക്രമം, പരോക്ഷ ജനാധിപത്യ വ്യവസ്ഥിതി, അതിനെയാണ് പാർലമെന്ററി ജനാധിപത്യ വ്യവസ്ഥിതി അഥവാ ആധുനിക ജനാധിപത്യ വ്യവസ്ഥിതി എന്ന് പറയുന്നത്. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ തന്നെ നമ്മൾ ബ്രിട്ടീഷ് ആധിപത്യത്തിന് ശേഷം ഇവിടെ ജനാധിപത്യ ഭരണക്രമമായിരിക്കും സ്ഥാപിക്കുക എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു തെരഞ്ഞെടുപ്പ് അനിവാര്യമായ അവസ്ഥയായിരുന്നു. ഗവൺമെന്റ് രൂപീകരണത്തിനു വേണ്ടി തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതിന്റെ അനിവാര്യതയായിരുന്നു നമ്മുടെ രാജ്യത്ത് ജനാധിപത്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി നിലനിന്നിരുന്നത്. അത്തരത്തിൽ ഒരു ഗവൺമെന്റ് രൂപീകരിക്കുന്നതിന് ആവശ്യമായ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളെക്കുറിച്ച് ആലോചിച്ചപ്പോൾ തന്നെ പല പ്രമുഖ പത്രങ്ങളും പല നിരീക്ഷണങ്ങൾ നടത്തി. അതായത് നമ്മുടെ രാജ്യത്ത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ചൂതുകളി എന്നാണ് ഒരു പത്രാധിപർ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ചൂതുകളി എന്നാണ്. കാരണം നടക്കാൻ പോകുന്ന കാര്യമല്ല എന്നതാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ സിവിൽ സർവീസിലെ ഒരു ബ്രിട്ടീഷ് അംഗം പറഞ്ഞത്, ദശലക്ഷക്കണക്കിന് നിരക്ഷരരായ ജനങ്ങളുടെ വോട്ടുകൾ രേഖപ്പെടുത്തുന്ന അസംബന്ധമായൊരു പ്രക്രിയയാണിത്. കാരണം നമ്മുടെ രാജ്യത്ത്
സാക്ഷരരായ ജനവിഭാഗങ്ങളുടെ വിദ്യാഭ്യാസമുള്ള ജനങ്ങളുടെ എണ്ണം വളരെ കുറവായിരുന്നു. അപ്പോൾ ദശലക്ഷക്കണക്കായ നിരക്ഷരരായ ആൾക്കാർ അധിവസിക്കുന്ന ഒരു രാജ്യത്തെ അസംഭവ്യമായ ഒരു പ്രവർത്തനം എന്ന് നാളെ ലോകം ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് വിലയിരുത്തും എന്ന് വരെ ആക്ഷേപങ്ങളുണ്ടായി. അത്തരത്തിലുള്ള ആക്ഷേപങ്ങളൊക്കെ വിമർശനങ്ങളും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും നിലനിൽക്കുന്ന അവസരത്തിലാണ് നമ്മുടെ രാജ്യത്ത് ഒരു തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനെ കുറിച്ച് തന്നെ ഇന്ത്യയുടെ സമുന്നതരായ നേതാക്കന്മാര്, രാഷ്ട്ര നേതാക്കന്മാര് ആലോചിച്ചതും അതിനനുസരിച്ച് പ്രവർത്തനങ്ങൾ രൂപീകരിച്ചതും. ഭാവിയിലെ ജനങ്ങൾ എങ്ങനെയോ നമ്മുടെ രാജ്യത്തെ വിലയിരുത്തട്ടെ, ആരൊക്കെ എന്തെങ്കിലും വിമർശനങ്ങൾ ഉയർത്തട്ടെ, എന്ത് വിമർശനങ്ങൾ ഉണ്ടായാലും സധൈര്യം അതിനെ നേരിടാൻ ധീരമായ നിലപാട് സ്വീകരിക്കപ്പെട്ടു. ധീരമായ നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിക്കപ്പെട്ടപ്പോൾ തീർച്ചയായും ഇന്ത്യൻ ജനതയെ സംബന്ധിച്ചിടത്തോളം ഒരു പരീക്ഷണ കാലയളവായി ഈ സ്വാതന്ത്ര്യ അനന്തര ഭാരതത്തിലെ തെരഞ്ഞെടുപ്പ് മാറി. ഒരു വലിയ പരീക്ഷണത്തിന്റെ അല്ലെങ്കിൽ വലിയ മുന്നേറ്റം നടത്തുന്നതിന് ആവശ്യമായ ആദ്യ സ്റ്റെപ്പായി തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു. നമുക്കറിയാം, ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒത്തിരി മുന്നൊരുക്കങ്ങൾ അതിന് വേണ്ടതായിട്ടുണ്ട്. ഈ പറഞ്ഞ പത്രാധിപന്മാരുടെയും വിമർശകരുടെയും നിരീക്ഷകരുടെയും ഒക്കെ അഭിപ്രായങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ജനാധിപത്യവും തെരഞ്ഞെടുപ്പും നമ്മുടെ രാജ്യത്ത് തുടർന്നുണ്ടായത് എന്നത് വളരെ രസകരമായ അല്ലെങ്കിൽ കൗതുകകരമായ സന്തോഷകരമായ വസ്തുതയാണ്. തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന്, ജനാധിപത്യം സ്ഥാപിക്കുന്നതിന് നമുക്ക് ചില വെല്ലുവിളികളെ നേരിടേണ്ടി വന്നു. ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ഓടിച്ചെന്ന തെരഞ്ഞെടുപ്പിലേക്ക് നമുക്ക് പോകാൻ കഴിയില്ല. അപ്പോൾ അതിന് ചില വേണ്ടതായ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലാദ്യം വേണ്ടിയിരുന്നത്, ഇപ്പം നമുക്കറിയാം, നമ്മുടെ രാജ്യത്തോടൊപ്പം തന്നെ ലോകത്ത് പല രാജ്യങ്ങൾക്കും സ്വാതന്ത്ര്യം ലഭിക്കുകയുണ്ടായി. രണ്ടാം ലോക മഹായുദ്ധാനന്തരം സാമ്രാജ്യത്വ ശക്തികൾ ക്ഷയിക്കുകയും ആ സാമ്രാജ്യത്വ ശക്തികളുടെ ഭരണത്തിന് കീഴിലുണ്ടായിരുന്ന പല രാജ്യങ്ങൾക്കും സ്വാതന്ത്ര്യം ലഭിക്കുകയും ചെയ്തു. വിശേഷിച്ച് ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ലാറ്റിൻ അമേരിക്കയിലെയും രാജ്യങ്ങൾ പലതും സ്വാതന്ത്ര്യം നേടുകയുണ്ടായി. അത്തരം സ്വാതന്ത്ര്യം നേടിയ രാജ്യങ്ങളിൽ ഒന്നുകിൽ സൈന്യ ആധിപത്യത്തിൽ അധിഷ്ഠിതമായ ഭരണം, സൈനിക ആധിപത്യത്തിൽ അല്ലെങ്കിൽ മിലിറ്ററി ലീഡർഷിപ്പിലുള്ള ഭരണമോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചിട്ടുള്ള സ്വേച്ഛാധിപത്യ ഭരണമോ ഒക്കെയാണ് സ്ഥാപിക്കപ്പെട്ടത്. അതിൽ നിന്നും വിഭിന്നമായി സ്വാതന്ത്ര്യം നേടിയ ഉടൻ തന്നെ ജനാധിപത്യ പ്രക്രിയ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കുകയും അതിനനുസരിച്ച് ജനാധിപത്യ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ നടപടിക്രമങ്ങൾ സ്വീകരിച്ച് തെരഞ്ഞെടുപ്പ് നടത്തുകയും ആ തെരഞ്ഞെടുപ്പിലൂടെ ഗവൺമെന്റ് അധികാരത്തിൽ വരികയും ചെയ്ത ഒരു രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധാനന്തരം സ്വാതന്ത്ര്യം ലഭിച്ച രാജ്യങ്ങളിൽ നേരിട്ട് ജനാധിപത്യ പ്രക്രിയകളിലേക്ക് പോയത് ഇന്ത്യ മാത്രമായിരുന്നു. ഞാൻ സൂചിപ്പിച്ചു, ഇപ്പം മ്യാൻമാറിനെ പോലെയുള്ള രാജ്യങ്ങൾ സ്വാതന്ത്ര്യാനന്തരം നമുക്കറിയാം സ്വേച്ഛാധിപത്യ ഭരണക്രമത്തിലേക്കാണ് പോയത്. അതുപോലെ പാകിസ്ഥാൻ നമുക്ക് തൊട്ടടുത്ത് തന്നെ ഉദാഹരണമായി പറയാനുണ്ട്. അപ്പം നമ്മൾ സ്വീകരിച്ചത് ജനാധിപത്യ പാതയാണ്. 1950 ജനുവരി 26 നമ്മുടെ ഭരണഘടന നിലവിൽ വന്നു. ഇന്ത്യ ഒരു റിപ്പബ്ലിക്കായി എന്ന് ഞാൻ പറഞ്ഞു. ആ റിപ്പബ്ലിക് ആയപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഏകകണ്ഠേന ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ഒരു വ്യവസ്ഥ ഉൾക്കൊള്ളിച്ചിരുന്നു ജനാധിപത്യ സംസ്ഥാപനത്തിനു വേണ്ടി. അത് നമ്മളെ മുൻ ക്ലാസുകളിലും ഒക്കെ തന്നെ കഴിഞ്ഞ വർഷമൊക്കെ തന്നെ പറഞ്ഞതാണ്. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. ഭരണഘടനയിൽ പല കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചപ്പോൾ അതിനൊക്കെ വിഭിന്നങ്ങളായ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. എങ്കിലും ഒറ്റ കാര്യത്തിൽ എല്ലാവരും ഒരേ സ്വരത്തിൽ അഭിപ്രായം രേഖപ്പെടുത്തി ഏകകണ്ഠേന തീരുമാനമെടുത്തത് സാർവത്രിക സ്വതന്ത്രമാകുന്ന ഇന്ത്യയിൽ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം അനുവദിക്കുക എന്നത്. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം
നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കുന്നതിന് നമ്മുടെ ഭരണഘടന വ്യവസ്ഥ ചെയ്തു. അതിന്റെ ആദ്യ പടിയായി, അതായത് ആ നടപടിക്രമത്തിന്റെ ആദ്യ പടിയായി ഒരു ഇലക്ഷൻ നടക്കണമെങ്കിൽ നമുക്കറിയാം അതിൻ്റെ ഒരു സ്വതന്ത്ര ഏജന്റ് വേണം. ആ സ്വതന്ത്ര ഏജന്റാണ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. ആ ഇലക്ഷൻ കമ്മീഷൻ രൂപീകരിക്കുന്നതിന് തീരുമാനമെടുക്കുകയും അത്തരത്തിൽ നമ്മുടെ രാജ്യത്ത് ആദ്യപടിയായി ഡോക്ടർ സുകുമാർ സെന്നിന്റെ നേതൃത്വത്തിൽ ഒരു ഇലക്ഷൻ കമ്മീഷന് ഡോക്ടർ സുകുമാർ സെൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിക്കൊണ്ടൊരു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുകയും ചെയ്തു. അപ്പോൾ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ഡോക്ടർ സുകുമാർ സെൻ. അപ്പോൾ ആ ഡോക്ടർ സുകുമാർ സെന്നിനെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിച്ചുകൊണ്ടൊരു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിച്ചു. ഒന്നാമത്തെ നടപടി അതായിരുന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കണമെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വേണം. ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഡോക്ടർ സുകുമാർ സെന്നിനെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി തെരഞ്ഞെടുത്തത് 1950 തന്നെ. അപ്പൊ അതിനുശേഷം നമുക്കറിയാം തൊട്ടടുത്തത് വേണ്ടത് എന്താ? ഒരു ഇലക്ഷൻ വരുമ്പോൾ, ഒരു ഇലക്ഷൻ നടക്കണമെങ്കിൽ വോട്ടർ പട്ടിക തയ്യാറാക്കണം. വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് ഒരു വലിയ വെല്ലുവിളിയായിരുന്നു. മുമ്പേ വിമർശകരൊക്കെ സൂചിപ്പിച്ചതുപോലെ നിരക്ഷരരായിട്ടുള്ള, കൃത്യമായി വീടുകളില്ലാത്ത, പാതയോരങ്ങളിൽ അന്തിയുറങ്ങുന്ന പട്ടിണി പാവങ്ങളായിട്ടുള്ള ലക്ഷക്കണക്കിന് ആൾക്കാർ അധിവസിക്കുന്ന നമ്മുടെ രാജ്യത്ത് അന്ന് വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് ഒരു വലിയ വെല്ലുവിളിയാണ്. ആധുനിക കാലയളവിൽ നമുക്കറിയാം വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് ഒരു വലിയ റിസ്ക്കാണ്, ഒരു വലിയ ബാധ്യതയാണ്. പക്ഷെ നമുക്ക് നിലവിലൊരു വോട്ടർ പട്ടികയുണ്ട്, അത് പുതുക്കലാണ് ചെയ്യുന്നത്. ഇത് സ്വാതന്ത്ര്യാനന്തരം ഒന്നുമില്ല, ഒരു പുതിയ വോട്ടർ പട്ടിക ആദ്യമായിട്ടുണ്ടാവുകയാണ്. അപ്പൊ മുഴുവൻ പേരെ, വോട്ടവകാശമുള്ള മുഴുവൻ പേരെയും ഇതിനകത്ത് ഉൾക്കൊള്ളിക്കണം. അതൊരു വലിയ വെല്ലുവിളിയായിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിടേണ്ടി വന്ന, ഡോക്ടർ സുകുമാർ സെൻ അധ്യക്ഷനായുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു രാജ്യത്ത് ആദ്യമായി ഒരു വോട്ടർ പട്ടിക തയ്യാറാക്കുക എന്നത്. ആദ്യത്തെ തെരഞ്ഞെടുപ്പ് വളരെ വിചിത്രമായിട്ടുള്ള കാര്യമാണ്. സ്ഥാനാർത്ഥിയുടെ പേരും അതിനു നേരെ ചിഹ്നവും രേഖപ്പെടുത്തിയിരിക്കും. എന്നിട്ട് ഓരോ സ്ഥാനാർത്ഥിക്കും ഓരോ ബാലറ്റ് ബോക്സ് വെച്ചിരിക്കും, പെട്ടി വെച്ചിരിക്കും. സമ്മതിദായകൻ തനിക്ക് ആർക്കാണോ വോട്ട് ചെയ്യേണ്ടത് ആ ബാലറ്റ് കൊണ്ടുവന്ന് ആ ബാലറ്റ് പെട്ടിയിൽ നിക്ഷേപിക്കുന്ന രീതിയായിരുന്നു നിലനിന്നിരുന്നത്. 1ഉം 2ഉം തെരഞ്ഞെടുപ്പുകളിൽ നിലനിന്നിരുന്ന രീതി അതാണ്. ഇന്ത്യയിൽ നടന്ന ഒന്നാമത്തെയും രണ്ടാമത്തെയും തെരഞ്ഞെടുപ്പ് രീതിയാണിത്. സ്ഥാനാർത്ഥിയുടെ പേരും ചിഹ്നവും അടിച്ചിരിക്കും. എന്നിട്ട് എത്ര സ്ഥാനാർത്ഥി ഉണ്ടോ, 10 സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ 10 പെട്ടി അവിടെ വെച്ചിരിക്കും. ആ 10 പെട്ടിയിൽ തങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥാനാർത്ഥിയുടെ പെട്ടി ഏതാണോ ആ പെട്ടിയിലേക്ക് ബാലറ്റ് നിക്ഷേപിക്കുന്ന രീതിയായിരുന്നു ആദ്യ 2 തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായിരുന്നത്. അതിനകത്ത് ഒന്നും രേഖപ്പെടുത്തിയൊന്നും വേണ്ട. ആ പെട്ടിയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ പെട്ടിയിൽ എത്ര ബാലറ്റ് വീണോ അതെണ്ണി ആ ആൾക്ക്, ആ സ്ഥാനാർത്ഥിക്ക് അത്രയും വോട്ട് കിട്ടി എന്ന് കണക്കാക്കി മൊത്തത്തിൽ ആർക്കാണോ ഏറ്റവും കൂടുതൽ, അത്തരത്തിൽ ആരുടെ പെട്ടിയിലാണോ ഏറ്റവും കൂടുതൽ വോട്ട് അല്ലെങ്കിൽ ബാലറ്റ് പേപ്പർ വീണത് ആ ആളെ വിജയായി തെരഞ്ഞെടുക്കുന്ന രീതിയായിരുന്നു ആദ്യത്തെ 1-2 തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് അതിന് വലിയ മാറ്റങ്ങളുണ്ടായി. ആദ്യ 2 തെരഞ്ഞെടുപ്പിന് ശേഷം തെരഞ്ഞെടുപ്പിൽ മാറ്റമുണ്ടായി. അതായത് സ്ഥാനാർത്ഥിയുടെ പേരും അതിനോട് ചേർന്ന് വലതുവശത്ത് ചിഹ്നവും അതിന് വലതുവശത്ത് വോട്ട് രേഖപ്പെടുത്തുന്നതിനുള്ള സംവിധാനവും ഉണ്ടായി. ആദ്യം ആ വോട്ട് രേഖപ്പെടുത്തുന്നതിനുള്ള സംവിധാനം ഉണ്ടായിരുന്നില്ല. തങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥാനാർത്ഥിയുടെ പെട്ടിയിൽ കൊണ്ടുവന്നിരുന്ന രീതിയായിരുന്നു. ആദ്യത്തെ 2 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അതിന് മാറ്റം വന്നു. സ്ഥാനാർത്ഥിയുടെ പേര് വലതുവശത്ത് ചിഹ്നവും രേഖപ്പെടുത്തിയിരിക്കും, അതിന് വലതുവശത്ത് വോട്ട് രേഖപ്പെടുത്തി ബാലറ്റ് പെട്ടിയിൽ നിക്ഷേപിക്കുന്ന, ഒരു ബാലറ്റ് പെട്ടിയിൽ നിക്ഷേപിക്കുന്ന അവസ്ഥയിലേക്ക് മാറ്റങ്ങളുണ്ടായി. 1990കളുടെ കാലഘട്ടമായപ്പോഴേക്കും വീണ്ടും പരിഷ്കാരങ്ങളുണ്ടായി. ആ വീണ്ടും പരിഷ്കാരം ഉണ്ടായപ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം പരീക്ഷിക്കപ്പെട്ടു. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഇന്ത്യയിൽ ആദ്യമായി പരീക്ഷിക്കപ്പെട്ടത് കേരളത്തിലാണ്.
കേരളത്തിലെ വടക്കൻ പരവൂർ എന്ന് പറയപ്പെടുന്ന നിയമസഭയിലെ അസംബ്ലി നിയോജക മണ്ഡലത്തിലെ MLA മരിച്ചപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടന്നു. MLA മരിച്ചപ്പോഴല്ല, ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ആ ഉപതെരഞ്ഞെടുപ്പില്ല, MLA മരിച്ചത്. അപ്പൊ ഈ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ആ ഉപതെരഞ്ഞെടുപ്പിൽ ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉപയോഗിക്കപ്പെട്ടു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയ ഒന്നാമത്തെ തെരഞ്ഞെടുപ്പ് മുതൽ ഇങ്ങോട്ട് വന്ന വലിയ മാറ്റങ്ങളാണ് ഇത്. 1982 കേരളത്തിൽ ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടത്തിയത് അല്ലെങ്കിൽ പരീക്ഷിക്കപ്പെട്ടത് കേരളത്തിൽ വടക്കൻ പരവൂരിലെ അസംബ്ലി നിയോജക മണ്ഡലത്തിലാണ്. അത് മാത്രമല്ല, അതിനുശേഷം വീണ്ടും മാറ്റം വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലറ്റ് പേപ്പറിൽ സ്ഥാനാർത്ഥിയുടെ പേര്, അതിന്റെ വലതുവശത്ത് സ്ഥാനാർത്ഥിയുടെ ഫോട്ടോ, അതുവരെ അതുണ്ടായിരുന്നില്ല. സ്ഥാനാർത്ഥിയുടെ ഫോട്ടോ കൂടി ചേർത്തുകൊണ്ട് 2015 വോട്ടേഴ്സ് ലിസ്റ്റിലും അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പിലെ ബാലറ്റ് പേപ്പറില് സ്ഥാനാർത്ഥിയുടെ പേരും ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിലെ സ്ഥാനാർത്ഥിയുടെ പേര്, ചിഹ്നം, ഫോട്ടോ അതിന് വലതുവശത്ത് വോട്ട് ചെയ്യുന്ന രീതി നടപ്പിലാക്കപ്പെട്ടു. ആ രീതി ഇന്ത്യയിൽ ആദ്യമായി പരീക്ഷിക്കപ്പെട്ടതും കേരളത്തിലാണ്. അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി അത്തരത്തിൽ പരീക്ഷണം നടത്തപ്പെട്ടത്. അപ്പൊ അങ്ങനെ പരിഷ്കാരം. പിന്നെ വിവിപാറ്റ് നമുക്കറിയാം, നമ്മൾ ആർക്കാണോ വോട്ട് ചെയ്തത് അത് നമുക്ക് കാണാനുള്ള സൗകര്യം, ഉറപ്പുവരുത്താനുള്ള സൗകര്യം, വിവിപാറ്റ്. അപ്പൊ അങ്ങനെയുള്ള പരിഷ്കാരങ്ങൾ തുടർച്ചയായി പിന്നീട് പല ഘട്ടങ്ങളിലും ഉണ്ടായി. അപ്പൊ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വലിയ മുന്നൊരുക്കങ്ങൾ ആവശ്യമായിട്ട് വന്നു. ഞാൻ പറഞ്ഞു, ആദ്യ ഇലക്ഷൻ കമ്മീഷൻ, അതായത് ഇന്ത്യയിൽ ജനാധിപത്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് വേണ്ടി സ്വീകരിക്കേണ്ടി വന്ന മാർഗങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാമത്തേതാണ് ഇലക്ഷൻ കമ്മീഷന്റെ രൂപീകരണം. 2 വോട്ടേഴ്സ് ലിസ്റ്റിന്റെ രൂപീകരണം അല്ലെങ്കിൽ വോട്ടേഴ്സ് ലിസ്റ്റ് ഉണ്ടാക്കൽ. 3 നിയോജക മണ്ഡലങ്ങളുടെ രൂപീകരണം. രാജ്യത്തെ പല നിയോജക മണ്ഡലങ്ങളായി വിഭജിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്നും ഒരാൾ വീതം പ്രതിനിധിയാകുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. അപ്പൊ സിമ്പിൾ മെജോറിറ്റി സിസ്റ്റമാണ്, കേവല ഭൂരിപക്ഷ സമ്പ്രദായമാണ്. ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്നും ഓരോ പ്രതിനിധിയെ തെരഞ്ഞെടുക്കുന്ന രീതി എന്ന് വെച്ചാൽ മൊത്തം മത്സരിച്ച സ്ഥാനാർത്ഥികളിൽ മൊത്തം പോൾ ചെയ്ത വോട്ടിൽ ഏറ്റവും കൂടുതൽ ആർക്കാണോ കിട്ടിയത് ആ ആളിനെ തെരഞ്ഞെടുക്കുന്ന രീതിയെയാണ് സിമ്പിൾ മെജോറിറ്റി അല്ലെങ്കിൽ കേവല ഭൂരിപക്ഷ സമ്പ്രദായം എന്ന് പറയുന്നത് എന്ന് നമ്മൾ 1ാം വർഷം പഠിച്ചതാണ്. അപ്പൊ അത്തരത്തിൽ തെരഞ്ഞെടുക്കണമെങ്കിൽ അസംബ്ലി നിയോജക മണ്ഡലങ്ങൾ ഉണ്ടാവണം, പാർലമെന്റ് നിയോജക മണ്ഡലങ്ങൾ ഉണ്ടാവണം. അപ്പോൾ തെരഞ്ഞെടുപ്പിന് വേണ്ടി വന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത്. ആദ്യമായി ഒരു ഇലക്ഷൻ കമ്മീഷനെ രൂപീകരിച്ചു. ഡോക്ടർ സുകുമാർ സെൻ ആയിരുന്നു അതിന്റെ അധ്യക്ഷൻ അല്ലെങ്കിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. വോട്ടേഴ്സ് ലിസ്റ്റ് ഉണ്ടാക്കേണ്ടി വന്നു. അതുകൂടാതെ നിയോജക മണ്ഡലങ്ങൾ രൂപീകരിക്കേണ്ടതായിട്ട് വന്നു. ഇത് 3 പോരാ, 4മതൊരു വെല്ലുവിളി കൂടി ഉണ്ടായിരുന്നു. ഇതെല്ലാം റെഡിയാക്കി വെച്ചാലും വോട്ട് ചെയ്യാൻ ആൾ വരണം, അല്ലേ? എല്ലാം റെഡിയാക്കി വെച്ച് വോട്ട് ചെയ്യാൻ ജനങ്ങൾ അതിനോട് പ്രതികരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ സമ്മതിദാനാവകാശം നല്ല രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ ഇതിനർത്ഥമില്ല. എന്നെങ്കിലേ യഥാർത്ഥ ജനാധിപത്യ വ്യവസ്ഥിതി സ്ഥാപിച്ചു അല്ലെങ്കിൽ സ്ഥാപിക്കാൻ കഴിയൂ എന്നത് ഒരു വസ്തുതയാണ്. അപ്പൊ ജനങ്ങളുടെ പങ്കാളിത്തം നല്ലവണ്ണം ഉറപ്പാക്കുക എന്നത് ഒരു വലിയ വെല്ലുവിളിയായിരുന്നു. ഈ പ്രധാനമായിട്ട് ഈ 4 വെല്ലുവിളികളാണ് ഇന്ത്യയിൽ ജനാധിപത്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി നേരിടേണ്ടി വന്ന സ്വതന്ത്ര ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇലക്ഷനുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട 4 വെല്ലുവിളികൾ എന്തൊക്കെ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ വെല്ലുവിളികൾ എന്തൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 1 തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രൂപീകരണം, 2 വോട്ടേഴ്സ് ലിസ്റ്റിന്റെ രൂപീകരണം, 3 നിയോജക മണ്ഡലങ്ങളുടെ രൂപീകരണം, 4 തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ അല്ലെങ്കിൽ ജനങ്ങളുടെ വൻതോതിലുള്ള പങ്കാളിത്തം ഉറപ്പാക്കൽ. ഇവ പ്രധാനപ്പെട്ട വെല്ലുവിളികൾ ആയിരുന്നു. ഇനി ഇത് കൂടാതെ ഇതിനു വേണ്ട മുന്നൊരുക്കങ്ങളൊക്കെ നടത്തണം. അതായത് പോളിംഗ് ബൂത്തുകൾ, നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഇതിനോടനുബന്ധിച്ച് പറയാം. പോളിംഗ് ബൂത്തുകളുടെ ക്രമീകരണം, അതിനുവേണ്ട ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കല്,
കൗണ്ടിംഗ് സ്റ്റേഷനുകളുടെ തീരുമാനങ്ങള്, അവിടെ വേണ്ട ഉദ്യോഗസ്ഥന്മാരുടെ തീരുമാനങ്ങള്, വോട്ടെണ്ണുന്നതിന്റെ രീതി, ഈ നടപടിക്രമങ്ങളൊക്കെ ഒരു വെല്ലുവിളിയായിരുന്നു. കാരണം അതുവരെ നമ്മുടെ രാജ്യത്ത് അത്തരത്തിൽ വിപുലമായ ഒരു തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ടായിരുന്നില്ല. രാജ്യമെമ്പാടും ഏകീകരിച്ചുകൊണ്ടുള്ളൊരു തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ രാജ്യമെമ്പാടും ഏകീകരിച്ചുകൊണ്ട് അത്തരത്തിലുള്ളൊരു തെരഞ്ഞെടുപ്പ് നടക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് വേണ്ട സജ്ജീകരണങ്ങൾ ഉണ്ടാകണം. ഈ പറഞ്ഞ കാര്യങ്ങളെ കൂടെ സജ്ജീകരണങ്ങൾ ഉണ്ടാവണം. സജ്ജീകരണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രമസമാധാന നില ഭദ്രമായിട്ട് സൂക്ഷിക്കണം. കൃത്യമായി ഭയം കൂടാതെ വന്ന് വോട്ട് ചെയ്യുന്നതിനുള്ള സാഹചര്യം വോട്ടർമാർക്ക് ഉണ്ടാക്കണം. അപ്പൊ പോലീസ് സേനയുടെ സഹായം വേണം. അത് മാത്രമല്ല, പോളിംഗ് ബൂത്തുകളിലും സ്റ്റേഷനുകളിലും ഒക്കെ ആവശ്യമായ ഉദ്യോഗസ്ഥന്മാരുണ്ടാവണം. അതിനുള്ള മറ്റ് സംവിധാനങ്ങൾ ഉണ്ടാവണം. അത് വോട്ടിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കൃത്യമായി അത് കൗണ്ടിംഗ് സ്റ്റേഷനുകളിൽ, വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ എത്തിക്കണം. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ എത്തിച്ചു കഴിഞ്ഞാൽ വോട്ടെണ്ണൽ പിന്നീട് നിശ്ചയിച്ച തീയതി അനുസരിച്ച് നടത്തണം. അതിനുവേണ്ട സജ്ജീകരണങ്ങൾ ഉണ്ടാക്കണം. അപ്പൊ ഇതിന്റെ നടപടിക്രമങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സുദീർഘമായ പ്രവർത്തനങ്ങൾ ഇലക്ഷൻ കമ്മീഷന്റെ നേതൃത്വത്തിലും ഇന്ത്യൻ ഗവൺമെന്റിന്റെ നേതൃത്വത്തിലും വ്യാപകമായി നടക്കുകയുണ്ടായി. ആ അക്ഷീണ പരിശ്രമത്തിന്റെ ഫലമായി ഒരു വെല്ലുവിളിയായി ഇന്ത്യയിൽ ജനാധിപത്യം സ്ഥാപിക്കുക എന്നത് ഏറ്റെടുത്തുകൊണ്ട് നടത്തിയ അക്ഷീണ പരിശ്രമത്തിന്റെ ഫലമായി വിമർശകരുടെ എല്ലാം വായടപ്പിച്ചുകൊണ്ട് സ്വതന്ത്ര ഇന്ത്യയിൽ ഭംഗിയായി ആദ്യ തെരഞ്ഞെടുപ്പ് നടന്നു. തെരഞ്ഞെടുപ്പ് 1951 ആരംഭിച്ചെങ്കിലും 1951 ഒക്ടോബറിൽ ആരംഭിച്ച് 1952 ഫെബ്രുവരിയിലാണ് അവസാനിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് 1951 ഒക്ടോബറിൽ ആരംഭിച്ച് 1952 ഫെബ്രുവരിയിലാണ് അവസാനിച്ചത്. നമ്മൾ ആലോചിച്ചു, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, ഏതാണ്ട് 5 മാസത്തിലധികം 6 മാസത്തോളം സമയം ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് വേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ ആദ്യത്തെ തെരഞ്ഞെടുപ്പിന് 1952 തെരഞ്ഞെടുപ്പ് 51 ആരംഭിച്ചെങ്കിലും തെരഞ്ഞെടുപ്പ് അവസാനിച്ചത് പൂർണ്ണമായത് 1952 ഫെബ്രുവരിയിലായതുകൊണ്ട് ഇന്ത്യയിലെ ആദ്യ തെരഞ്ഞെടുപ്പ് എന്നാണ് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം 1952 എന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. കാരണം 1952 ഫെബ്രുവരിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് പൂർത്തിയായത്. അപ്പൊ അതുകൊണ്ട് 1952 പൊതു തെരഞ്ഞെടുപ്പ് എന്ന പേരിലാണത് അറിയപ്പെടുന്നത്. ഇനി ഈ തെരഞ്ഞെടുപ്പിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 1952 മുതൽ 1977 വരെയുള്ള കാലഘട്ടം, 1952 മുതൽ 1977 വരെയുള്ള കാലഘട്ടം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. 25 വർഷ കാലയളവ്, 1/4 നൂറ്റാണ്ട് കോൺഗ്രസ് മേധാവിത്വ കാലഘട്ടമായിരുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മേധാവിത്വത്തിന്റെ കാലഘട്ടമായിരുന്നു ഇന്ത്യ ചരിത്രത്തിൽ. 25 വർഷം, 1/4 നൂറ്റാണ്ട് കാലയളവ് ഇന്ത്യ ചരിത്രത്തിൽ ഏകകക്ഷി മേധാവിത്വത്തിന്റെ കാലഘട്ടമായിരുന്നു. അതിൽ തന്നെ ആദ്യത്തെ 3 തെരഞ്ഞെടുപ്പുകളുടെ കാലഘട്ടം എന്ന് വെച്ചാൽ 15 വർഷം സമ്പൂർണ്ണാധിപത്യമായിരുന്നു കോൺഗ്രസിന്റെ. സമ്പൂർണ്ണ ആധിപത്യം, കോൺഗ്രസിന്റെ സമ്പൂർണ്ണ ആധിപത്യം. കാരണം അതിന് നമുക്കറിയാവുന്നതാണ് 1947 ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിക്കുമ്പോൾ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം എന്ന് പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കീഴിൽ ശക്തമായി നിലനിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ ദേശീയ പ്രസ്ഥാനത്തിന്റെ പിന്മുറക്കാരായിട്ടുള്ള ആൾക്കാര് ഭരണത്തിന്റെ നേതൃനിരയിലേക്ക് വന്നത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യത്തെ 3 തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന്റെ സമ്പൂർണ്ണ മേധാവിത്വവും തുടർന്ന് 10 വർഷം എന്ന് വെച്ചാൽ 77 വരെയുള്ള കാലഘട്ടത്തിൽ കോൺഗ്രസ് പാർട്ടി തന്നെ ഭരിക്കുന്ന അവസ്ഥയിലേക്കും കാര്യങ്ങൾ നിലനിന്നിരുന്നു. അതുകൊണ്ടാണ് 1952 മുതൽ 1977 വരെയുള്ള 1/4 നൂറ്റാണ്ട് കാലയളവ് ഇന്ത്യയിൽ ഏകകക്ഷി മേധാവിത്വത്തിന്റെ, അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഏകകക്ഷി മേധാവിത്വത്തിന്റെ കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കുന്നത്. നമുക്കറിയാം 1952 തെരഞ്ഞെടുപ്പില് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മൊത്തമുള്ള 489 സീറ്റിൽ 364 സീറ്റ് ലഭിച്ചു. 489 സീറ്റില് 364 സീറ്റും നേടിക്കൊണ്ടാണ് കോൺഗ്രസ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുന്നത്.
രണ്ടാം സ്ഥാനത്തേക്ക് വന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ എടുത്താൽ വളരെ പിന്നിലായിരുന്നെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു. ഇന്ത്യയിലെ ആദ്യ പൊതുതെരഞ്ഞെടുപ്പിൽ രണ്ടാം സ്ഥാനത്ത് വന്ന പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. 16 സീറ്റുകളുമായി രണ്ടാം സ്ഥാനത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്നു. തുടർന്ന് രണ്ടാം തെരഞ്ഞെടുപ്പ് 1957 രണ്ടാമത്തെ തെരഞ്ഞെടുപ്പില് അതേ അവസ്ഥ തന്നെ. കോൺഗ്രസിന് വലിയ ഭൂരിപക്ഷമുണ്ടായി. 3-2 ഭൂരിപക്ഷത്തോടെ കോൺഗ്രസ് അധികാരത്തിൽ വന്നു കേന്ദ്രത്തിൽ. എന്ന് മാത്രമല്ല, അതിനോടനുബന്ധിച്ച് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിലും ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ആണ് അധികാരത്തിൽ വന്നത്. വേറൊരു കക്ഷിയും അധികാരത്തിൽ വന്നില്ല, ചുരുക്കം ചില സ്റ്റേറ്റുകൾ ഒഴിച്ചാൽ. തുടർന്ന് 62 വീണ്ടും മൂന്നാമത്തെ തെരഞ്ഞെടുപ്പ് നടന്നു. മൂന്നാമത്തെ തെരഞ്ഞെടുപ്പിലും 3-2 ഭൂരിപക്ഷത്തിലധികം നേടിക്കൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിൽ വരുന്നത്. 3-2 അധികം ഭൂരിപക്ഷം നേടിക്കൊണ്ട് അധികാരത്തിൽ വന്നു. ഇപ്പൊ ഇത്തരത്തിൽ നമ്മൾ ആലോചിക്കേണ്ടതായിട്ട് കാര്യമുണ്ട്, പരിശോധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഞാൻ പറഞ്ഞു, ആദ്യ 3 തെരഞ്ഞെടുപ്പുകളിൽ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ 3 പൊതു തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന്റെ സമ്പൂർണ്ണ ആധിപത്യമായിരുന്നു. തുടർന്ന് വീണ്ടും 10 വർഷം കൂടി കോൺഗ്രസിന്റെ മേധാവിത്വമായിരുന്നു. അപ്പൊ എന്തുകൊണ്ട് 1/4 നൂറ്റാണ്ടോളം കോൺഗ്രസ് ഇന്ത്യയിൽ ചോദ്യം ചെയ്യപ്പെടാത്ത പാർട്ടിയായി നിലനിന്നു എന്നത് നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ഘടകം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ദേശീയ പ്രസ്ഥാനത്തിന്റെ പൈതൃകമുണ്ടായിരുന്നു. നമുക്കറിയാം, ഇന്ത്യയിലെ എല്ലാ വിഭാഗം ജനങ്ങളും, സമ്പന്നന്, ദരിദ്രന്, ഭൂ ഉടമകള്, വ്യവസായികള്, നാട്ടുരാജാക്കന്മാര്, കർഷകര്, കർഷക തൊഴിലാളികള്, മറ്റിതര മേഖലകളിലെ തൊഴിലാളികള്, പണം കടം കൊടുക്കുന്നവര്, പലിശയ്ക്ക് വാങ്ങുന്നവര്, ഇവരെല്ലാം എല്ലാ ജനങ്ങളും, ഇന്ത്യൻ ജനതയും സാമ്രാജ്യത്വത്തിനെതിരെ, ബ്രിട്ടീഷ് മേൽക്കോയ്മയ്ക്കെതിരെ ഒരു ചരടിൽ കോർത്ത മുത്തുമണികൾ ചേരുന്ന മുത്തുമാലയായി ഒന്നിച്ച് പ്രവർത്തിച്ചൊരു കാലഘട്ടമായിരുന്നു നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി. അന്ന് ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വേണം, സ്വയംഭരണം വേണം എന്ന് നമ്മൾ മുദ്രാവാക്യം ഉയർത്തി. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ, അവരുടെ നയങ്ങൾക്കെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പുകൾ നടത്തി. നമുക്ക് നമ്മളെ ഭരിക്കണം എന്ന അവസ്ഥ, അല്ലെങ്കിൽ നിർദ്ദേശം, അത് മാത്രമായിരുന്നില്ല. അവർ ഇവിടുന്ന് പോവുക എന്നത് മാത്രമായിരുന്നില്ല നമ്മൾ ഉയർത്തിയ. നമ്മളെന്ന് പറയുമ്പോൾ നമുക്ക് മുമ്പ് ജീവിച്ചിരുന്ന മഹാരഥന്മാരായിട്ടുള്ള ഇന്ത്യയുടെ സമുന്നത നേതാക്കന്മാർ ദീർഘവീക്ഷണത്തോടെ സ്വതന്ത്രം ആയിക്കഴിയുമ്പോൾ നമ്മളുടെ രാജ്യം എങ്ങനെയായിരിക്കണം, നമ്മൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്വ മേധാവിത്വത്തിന് കീഴിൽ അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടുകൾക്കൊക്കെ പ്രതിവിധി കാണുന്ന തരത്തിലുള്ള മെച്ചപ്പെട്ട ഒരു ഭരണ സംവിധാനത്തെക്കുറിച്ചും നമ്മൾ ഇന്ത്യൻ ജനത നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ കണ്ടെത്തുന്ന കാര്യത്തിലും ഒക്കെ തന്നെ ദീർഘവീക്ഷണമുള്ളവരായിരുന്നു അവര്. അതുകൊണ്ട് ആ കാലഘട്ടത്തിൽ തന്നെ സ്വതന്ത്ര ഇന്ത്യ എങ്ങനെ ആയിരിക്കണമെന്ന നിർദ്ദേശങ്ങൾ വ്യാപകമായി അതിനു മുമ്പ് തന്നെ ഉണ്ടായി. അപ്പൊ അന്ന് ഉയർത്തിയ ആ മുദ്രാവാക്യങ്ങൾ, അതായത് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ, ദേശീയ പ്രസ്ഥാനത്തിന്റെ കാലഘട്ടത്തിൽ നമ്മൾ ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ കോൺഗ്രസിന്റെ പൈതൃകമായി മാറി. കാരണം ജനങ്ങളെയൊക്കെ അതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും കോൺഗ്രസ് എന്ന സംഘടനയുടെ കീഴിൽ നിലനിർത്തുന്നതിന് കഴിഞ്ഞു. അപ്പോൾ കോൺഗ്രസിന്റെ ഏകകക്ഷി മേധാവിത്വത്തിന്റെ ഒന്നാമത്തെ കാര്യം, അതിനെ സഹായിച്ച ഘടകം എന്ന് പറയുന്നത്, ഒന്ന്, സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ പൈതൃകം. കാരണം അവിടെ വേറെ പാർട്ടികൾ ഉണ്ടായിരുന്നില്ല. ഏതെങ്കിലും പാർട്ടികളൊക്കെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് രൂപം കൊണ്ടിരുന്നെങ്കിൽ തന്നെയും അവയൊക്കെ പ്രവർത്തിച്ചത് കോൺഗ്രസിനകത്ത് നിന്നുകൊണ്ടാണ്. നമുക്ക് ഇന്ത്യയിലെ പിന്നീട് വന്ന പല പുതിയ രാഷ്ട്രീയ കക്ഷികളുടെയും അല്ലെങ്കിൽ രൂപീകരിക്കപ്പെട്ട പല രാഷ്ട്രീയ കക്ഷികളുടെയും നേതാക്കന്മാര് എല്ലാം തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ സമുന്നതരായ പ്രവർത്തകരോ നേതാക്കന്മാരോ ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത്തരത്തിൽ ഉള്ള ഒരു പൈതൃകം കോൺഗ്രസിന് ഉണ്ടായിരുന്നു. അതായത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ പൈതൃകം ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനമായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യയിലെ ജനങ്ങളുടെ ഭൂരിപക്ഷത്തിന്റെയും പിന്തുണ നേടിയെടുക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞതാണ്
ഈ നൂറ്റാണ്ട് കാലയളവോളം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ശക്തമായി നിലകൊള്ളാൻ ഇടയായ ഒരു പ്രധാനപ്പെട്ട ഘടകം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നൂറ്റാണ്ട് കാലയളവോളം നമ്മുടെ രാജ്യത്തെ ഭരിക്കാൻ ഇടയായ സാഹചര്യം, തുടർച്ചയായി ഭരിക്കാൻ ഇടയായ, അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മേധാവിത്വത്തിൽ ഇന്ത്യയെ ഭരിക്കാൻ ഇടയായ സാഹചര്യങ്ങളിൽ ഒന്നാമത്തത് സ്വാതന്ത്ര്യ സമരത്തിന്റെ അല്ലെങ്കിൽ ദേശീയ പ്രസ്ഥാനത്തിന്റെ പൈതൃകം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഉണ്ടായിരുന്നു. രണ്ടാമതായി രാജ്യവ്യാപകവും കെട്ടുറപ്പുള്ളതുമായ ഒരു സംഘടനാ സംവിധാനം കോൺഗ്രസിനുണ്ട്. കാരണം ഒരു ആഹ്വാനം നൽകിയാൽ ആസേതു ഹിമാചലം മുഴുവൻ ഒരേ സമയത്ത് ആ ആഹ്വാനത്തെ ഏറ്റെടുക്കാൻ കഴിയുന്ന പ്രാപ്തി അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഉണ്ടായിരുന്നു. രാജ്യമെമ്പാടും വ്യാപിച്ചു കിടന്ന കെട്ടുറപ്പുള്ള ഒരു സംഘടനാ സംവിധാനം കോൺഗ്രസിന് ഉണ്ടായിരുന്നതാണ് കോൺഗ്രസ് മേധാവിത്വത്തിന്റെ ഈ നൂറ്റാണ്ട് കാലയളവിലെ കോൺഗ്രസ് മേധാവിത്വത്തിന്റെ രണ്ടാമത്തെ ഘടകം. മൂന്നാമത്തത് മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ രാഷ്ട്രീയ പാർട്ടിക്ക് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടായാലും അതിനെ നയിക്കുന്ന നേതാവ് ഒരു പ്രധാന ഘടകമാണ്. പലപ്പോഴും നേതാവിനെ നോക്കിയാണ് ജനാധിപത്യ പ്രക്രിയയിൽ പാർട്ടിയേക്കാൾ ഉപരി നേതാവിനെ നോക്കിയാണ്, നയിക്കാൻ കെൽപ്പുള്ള ആളാണോ എന്ന് നോക്കിയാണ് ഭരണാധികാരികളെ തെരഞ്ഞെടുക്കുന്നതിന് ഒരു വിഭാഗം ജനങ്ങൾ തയ്യാറാവുന്നത്. അത്തരത്തിൽ നോക്കിയാൽ ചോദ്യം ചെയ്യപ്പെടാത്ത അനിഷേധ്യമായ ഒരു നേതൃത്വം കോൺഗ്രസിന് ഉണ്ടായിരുന്നു. ഒരു പറ്റം നേതാക്കന്മാരുണ്ടായിരുന്നു. വിശേഷിച്ച് ജവഹർലാൽ നെഹ്റുവിനെ പോലെയുള്ള ശക്തന്മാരായ നേതാക്കന്മാർ, പകരം വെക്കാനില്ലാത്ത നേതാക്കന്മാർ അന്ന് കോൺഗ്രസിന് ഉണ്ടായിരുന്നു. അപ്പൊ നെഹ്റുവിനെ പോലെയുള്ള ശക്തന്മാരായ നേതാക്കന്മാര് ഒരു പ്രധാനപ്പെട്ട ഘടകമായിരുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് സ്വാതന്ത്ര്യാനന്തരം നൂറ്റാണ്ടോളം കോൺഗ്രസിന് മേധാവിത്വത്തോടെ നമ്മുടെ രാജ്യത്തെ ഭരിക്കാൻ കഴിഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിരവധി കാര്യങ്ങളുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ 3 കാര്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ കഴിയണം. ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം നൂറ്റാണ്ട് കാലയളവ് കോൺഗ്രസ് മേധാവിത്വത്തിന്റെ കാലഘട്ടമായിരുന്നു. അതിന് സഹായകമായ ഘടകങ്ങൾ എന്തൊക്കെ? അപ്പോൾ അക്കമിട്ട് നമുക്ക് പറയാൻ കഴിയും. ഒന്ന്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ദേശീയ പ്രസ്ഥാനത്തിന്റെ പൈതൃകം. 2, രാജ്യമെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന അതിവിസ്തൃതവും വിപുലവുമായ സുസംഘടിതവും ദൃഢവുമായ സംഘടനാ സംവിധാനം. 3, ജവഹർലാൽ നെഹ്റുവിനെ പോലെയുള്ള മഹാരഥന്മാരായ നേതാക്കന്മാര് കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടായിരുന്നു എന്നതും ഒരു ഘടകമായി നമുക്ക് കണക്കാക്കാം. രണ്ടാമത്തെ പൊതുതെരഞ്ഞെടുപ്പ് നടക്കുന്നത് 1957-ലാണ്. 1957 പൊതുതെരഞ്ഞെടുപ്പ് നടന്നതിനോടൊപ്പം തന്നെ പല സംസ്ഥാനങ്ങളിലേക്കും തെരഞ്ഞെടുപ്പ് നടന്നു. ഞാൻ പറഞ്ഞു, ഈ സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ അപൂർവം ചിലതൊഴിച്ച് ബാക്കിയെല്ലാം കോൺഗ്രസ് ആയിരുന്നു. അതിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടായതൊന്ന് കേരളത്തിലാണ്. 1957 കേരള സംസ്ഥാനത്തെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നു. EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നില്ല. അതിന്റെ പ്രത്യേകതയുണ്ട്. 1957 കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തില് തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്നു എന്ന് പറയുമ്പോൾ അതിന് വേറൊരു റെക്കോർഡുണ്ട്. റെക്കോർഡ് വേറൊന്നുമല്ല, ഒരു തെരഞ്ഞെടുപ്പിലൂടെ ലോക ചരിത്രത്തിൽ ആദ്യമായി അധികാരത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് വരുന്നത് കേരളത്തിലാണ്. ലോക ചരിത്രത്തിൽ ആദ്യമായി EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. ബാക്കി മിക്ക സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് അധികാരത്തിൽ വന്നു. എന്നാൽ 1959 വിമോചന സമരത്തെ തുടർന്ന് ഭരണഘടനയുടെ 356 വകുപ്പ് അനുസരിച്ച് ഈ ഗവൺമെന്റിനെ കേന്ദ്ര ഗവൺമെന്റ് പിരിച്ചുവിടുക ഉണ്ടായി. അതിന്നും വിവാദമായി നിലനിൽക്കുന്നു. അതവിടെ നിൽക്കട്ടെ. അടുത്തതായി കോൺഗ്രസ് മേധാവിത്വത്തിന്റെ സ്വഭാവം എന്തായിരുന്നു എന്ന് നമ്മളോട് ചോദിച്ചാൽ അതിന് പറയേണ്ട ഉത്തരവാണ് ഇനി പറയുന്നത്. കോൺഗ്രസ് മേധാവിത്വം നമ്മൾ പറയുമ്പോൾ മേൽക്കോയ്മ എന്നുള്ള അർത്ഥമാണ്. ഈ മേൽക്കോയ്മയുടെ സ്വഭാവം എന്തായിരുന്നു? പല രാജ്യങ്ങളിലും ഭരണാധികാരികൾ മേൽക്കോയ്മ സ്ഥാപിക്കാറുണ്ടായിരുന്നു.
എന്നാൽ ഇന്ത്യയിൽ കോൺഗ്രസ് പാർട്ടി സ്ഥാപിച്ച അല്ലെങ്കിൽ കോൺഗ്രസ് ആദ്യ കാലയളവിൽ സ്വാതന്ത്ര്യാനന്തരം 25 വർഷ കാലയളവോളം സ്ഥാപിച്ച മേധാവിത്വത്തിന് ഒരു പ്രത്യേക സ്വഭാവം ഉണ്ടായിരുന്നു. നമുക്കറിയാം ക്യൂബ കമ്മ്യൂണിസ്റ്റ് മേധാവിത്വം, കാരണം ചൈന കമ്മ്യൂണിസ്റ്റ് മേധാവിത്വം, സിറിയ കമ്മ്യൂണിസ്റ്റ് മേധാവിത്വം, അങ്ങനെ ഏകാധിപത്യ പ്രവണത സിറിയയിൽ. അപ്പോൾ ക്യൂബയിലും ചൈനയിലും ഒക്കെ കമ്മ്യൂണിസ്റ്റ് മേധാവി. ഇവിടൊക്കെ ഒരു പാർട്ടി മാത്രമേ അനുവദിക്കപ്പെട്ടുള്ളൂ. ബാക്കിയുള്ള പാർട്ടികൾക്ക് പ്രവർത്തിക്കുന്നതിനുള്ള അവസരം ഉണ്ടായിരുന്നില്ല. എന്നാൽ ആ രാജ്യങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി, ആ രാജ്യങ്ങളിൽ നിന്നൊക്കെ വിഭിന്നമായി നമ്മുടെ രാജ്യത്ത് ജനാധിപത്യ വ്യവസ്ഥയിലാണ് അല്ലെങ്കിൽ ജനാധിപത്യ രീതിയിലാണ് കോൺഗ്രസിന്റെ മേധാവിത്വം നിലനിന്നിരുന്നത്. പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നമുക്ക് അങ്ങനെയാണ് പറയാൻ കഴിയുക. മറ്റ് രാജ്യങ്ങളിൽ നിന്നും മറ്റ് രാജ്യങ്ങളിലെ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലെ ഭരണ രീതികളിൽ നിന്നും ഗവൺമെന്റിന്റെ രീതികളിൽ നിന്നും മേധാവിത്വ സ്വഭാവം ഇന്ത്യയിൽ വ്യത്യസ്തമാകുന്നത് എങ്ങനെ, കോൺഗ്രസ് മേധാവിത്വത്തിന്റെ വ്യത്യാസം എന്ത് എന്ന് ചോദിച്ചാൽ മറ്റു രാജ്യങ്ങളിലൊക്കെ ഏകകക്ഷിയോ ഏക വ്യക്തിയോ ആധിപത്യം സ്ഥാപിക്കുന്ന രീതിയാണ് നിലനിന്നിരുന്നത് എങ്കിൽ ജനാധിപത്യ രീതിയിലൂടെയാണ് ഇന്ത്യയിൽ കോൺഗ്രസ് ആധിപത്യം സ്ഥാപിച്ചത്. ജനാധിപത്യ മാർഗങ്ങളിലൂടെയാണ് ആധിപത്യം സ്ഥാപിച്ചത്. മറ്റു രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ രാജ്യത്ത് നിരവധി പാർട്ടികൾ മത്സര രംഗത്തുണ്ടായിരുന്നു. ഒരു പാർട്ടി മാത്രമല്ല, ക്യൂബയോ ചൈനയോ പോലെയൊന്നും ആയിരുന്നില്ല. വ്യത്യസ്ത പാർട്ടികൾ മത്സര രംഗത്ത് ഉണ്ടായിരുന്നു. ആ വ്യത്യസ്ത പാർട്ടികൾ മത്സര രംഗത്ത് ഉണ്ടായിരുന്നപ്പോഴാണ് മഹാഭൂരിപക്ഷം സംസ്ഥാനങ്ങളും കേന്ദ്രവും വൻഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നത്. അതിന് കാരണം കോൺഗ്രസ് പ്രത്യയശാസ്ത്രപരമായും സാമൂഹികമായും ഉള്ള ഒരു കൂട്ടായ്മയായിരുന്നു. സാധാരണ ഒരു പാർട്ടിക്ക് ഒരു പ്രത്യയശാസ്ത്രമേ ഉണ്ടാവും, ഒരു സാമൂഹ്യ കാഴ്ചപ്പാടേ ഉണ്ടാവും. ഇതങ്ങനെ ആയിരുന്നില്ല. കോൺഗ്രസില് എല്ലാ വിഭാഗത്തിൽപ്പെട്ട പ്രത്യയശാസ്ത്രക്കാർ, ഞാൻ മുമ്പേ പറഞ്ഞു, സ്വാതന്ത്ര്യാനന്തരം രൂപീകരിക്കപ്പെട്ട പല മറ്റ് പാർട്ടികളിലെയും അംഗങ്ങളെല്ലാം കോൺഗ്രസുകാരായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആ വ്യത്യസ്ത പാർട്ടികൾ രൂപീകരിക്കുമ്പോൾ അവർക്ക് വ്യത്യസ്ത പ്രത്യയശാസ്ത്രമാണ്. ഓരോ പാർട്ടിക്കും ഓരോ പ്രത്യയശാസ്ത്രം ഉണ്ടായിരുന്നു. കോൺഗ്രസിൽ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിൽ വിശ്വസിച്ചിരുന്നവരും വ്യത്യസ്ത രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളിൽ വിശ്വസിച്ചിരുന്നവരും വ്യത്യസ്ത സാമൂഹ്യ കാഴ്ചപ്പാടുള്ളവരും ഒക്കെ ഉണ്ടായിരുന്നു. മുതലാളിത്തത്തെ പിന്തുണയ്ക്കുന്നവരുണ്ടായിരുന്നു, തൊഴിലാളി വർഗത്തെ പിന്തുണയ്ക്കുന്നവരുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വ്യത്യസ്ത സാമൂഹ്യ കാഴ്ചപ്പാടുകളും പ്രത്യയശാസ്ത്ര കാഴ്ചപ്പാടുകളുമുള്ള ജനങ്ങളുടെ ഒരു കൂട്ടായ്മയായിരുന്നു കോൺഗ്രസ്. അപ്പൊ എല്ലാ വിഭാഗത്തെയും ഉൾക്കൊള്ളാൻ ചുരുക്കി പറഞ്ഞാൽ കോൺഗ്രസിന് കഴിഞ്ഞു എന്നുള്ളതാണ് കോൺഗ്രസിന്റെ മേധാവിത്വത്തിനെ സഹായിച്ച ഒരു പ്രധാനപ്പെട്ട ഘടകം. മറ്റൊന്ന്, നമുക്കറിയാം കോൺഗ്രസിന്റെ രൂപീകരണം തന്നെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഇന്ത്യക്കാരനായ ഒരാളല്ല കോൺഗ്രസ് സ്ഥാപിച്ചത്. കോൺഗ്രസ് എന്ന് പറയുന്ന ഇന്റർനാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തത് ബ്രിട്ടീഷുകാരനായിരുന്ന അലൻ ഒക്ടേവിയൻ ഹ്യൂം, എയോ ഹ്യൂം. നിങ്ങൾ താഴ്ന്ന ക്ലാസ്സുകളിൽ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. 1885 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത് എയോ ഹ്യൂം ആയിരുന്നു. അദ്ദേഹം ഇത് രൂപീകരിക്കുമ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടുന്നതിന് വേണ്ടി, ബ്രിട്ടീഷുകാരെ ഇവിടുന്ന് പറഞ്ഞുവിടുന്നതിന് വേണ്ടി രൂപീകരിച്ച ഒരു പ്രസ്ഥാനമല്ല. ബ്രിട്ടീഷുകാർക്കെതിരായി വളർന്ന അഭ്യസ്ത വിദ്യരായിട്ടുള്ള സമ്പന്നരായിട്ടുള്ള ആൾക്കാരുടെ ബ്രിട്ടീഷ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം. ആ ബ്രിട്ടീഷ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിരുന്ന അദ്ദേഹം ഇത്തരം ഒരു സംഘടന ഇവിടെ രൂപീകരിച്ചത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരാൻ വേണ്ടി എന്നുള്ള ലക്ഷ്യത്തോടെ ആയിരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. ബ്രിട്ടീഷുകാർക്കെതിരെ, ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ, മേൽക്കോയ്മയ്ക്കെതിരെ ഇന്ത്യയിൽ അനുദിനം വളർന്നു വരുന്ന അസ്വസ്ഥത, വിദ്യാസമ്പന്നരിലും വരേണ്യവർഗത്തിനിടയിലും ഒക്കെ വളർന്നു വരുന്ന അസ്വസ്ഥത ബ്രിട്ടീഷുകാർക്ക് എതിരെയായി ശക്തി പ്രാപിക്കാതിരിക്കാൻ, അവർക്കൊക്കെ കാര്യങ്ങൾ പരാതിപ്പെടാനും ഒക്കെ ഉള്ളൊരു വേദിയായിട്ട് സേഫ്റ്റി വാൽവ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ്, ചിന്താഗതിയുടെ ഭാഗമായിട്ടാണ് WC ബാനർജി, ആദ്യ അധ്യക്ഷൻ WC ബാനർജിയാണ്. ആ WC ബാനർജിയുടെ അധ്യക്ഷതയിൽ 1885
ബ്രിട്ടീഷ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായ ആലൻ ഒക്ടേവിയൻ ഹ്യൂം AO ഹ്യൂം ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്നത്. അപ്പൊ അഭ്യസ്തവിദ്യരായിട്ടുള്ള ഉന്നത വിദ്യാഭ്യാസം ലഭിച്ച ആൾക്കാർക്കും പ്രൊഫഷണൽ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കും വാണിജ്യ വ്യവസായ മാർഗങ്ങളിലൊക്കെ ഉപജീവന മാർഗം നടത്തുന്ന വരേണ്യവർഗം, നമുക്ക് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വരേണ്യവർഗം, ഈ വരേണ്യവർഗത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ബ്രിട്ടീഷുകാരിൽ നിന്ന് നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തിനു വേണ്ടി രൂപീകരിക്കപ്പെട്ട സംഘടനയാണ് ഇത്. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സമ്മർദ്ദ ഗ്രൂപ്പ് എന്നുള്ള അർത്ഥത്തിലാണ് ഇത് രൂപീകരിക്കപ്പെടുമ്പോൾ അതിന്റെ സ്വഭാവം, കോൺഗ്രസിന്റെ സ്വഭാവം 1885. അത്തരത്തിൽ പ്രവർത്തനം തുടങ്ങിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നമുക്കറിയാം മഹാത്മാഗാന്ധിജിയുടെ വരവോടുകൂടി ഒരു വലിയ ബഹുജന പ്രസ്ഥാനമായി വളർന്നു. മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ, നമുക്കതിന് ഇടയാക്കിയ സാഹചര്യം എന്ന് പറയുന്നത് ദക്ഷിണാഫ്രിക്കയിൽ അദ്ദേഹം നടത്തിയ വൻ മുന്നേറ്റങ്ങളാണ്, വൻ സമരങ്ങളാണ്. ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവെറിയൻ ഗവൺമെന്റിനെതിരെ, അതായത് മഹാഭൂരിപക്ഷം വരുന്ന കറുത്ത വർഗ്ഗക്കാരെ ആധിപത്യ സ്വഭാവത്തോടുകൂടി വെളുത്ത വർഗ്ഗക്കാരായ പാശ്ചാത്യര് അടക്കി ഭരിക്കുന്ന ഒരു അവസ്ഥ, ന്യൂനപക്ഷം വരുന്ന ഈ വെളുത്ത വർഗ്ഗക്കാർ അടക്കി ഭരിക്കുന്ന അവസ്ഥ, അവരോട് കാണിച്ച അനീതി, വർണ്ണ വിവേചനത്തിനെതിരെ ശക്തമായ ഗാന്ധിജിയുടെ സത്യാഗ്രഹം എന്ന സമരം ആദ്യമായി ഉപയോഗപ്പെടുത്തപ്പെടുന്നത് ദക്ഷിണാഫ്രിക്കയിലാണ്. അപ്പോൾ അത് ഏറ്റവും അനുകരണീയമായ മാർഗമായി നമുക്ക് തോന്നുകയും നമ്മളെ അത് ഏറെ പ്രചോദിപ്പിക്കുകയും അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുകയും അദ്ദേഹം ഇന്ത്യയിൽ വന്ന് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കുകയും ചെയ്തതോടുകൂടി ഇന്ത്യയിലെ ആബാലവൃദ്ധം ജനങ്ങളും ജാതി മത വർഗ വർണ്ണ സാമ്പത്തിക വ്യത്യാസങ്ങളില്ലാതെ ഈ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് അണിനിരക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ വരേണ്യവർഗത്തിനും അഭ്യസ്തവിദ്യർക്കും പരാതികൾ സമർപ്പിച്ച് പരിഹാരം കണ്ടെത്താനുള്ള സേഫ്റ്റി വാൽവ് എന്നുള്ള അർത്ഥത്തിൽ നിന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു ബഹുജന പ്രസ്ഥാനമായി വളർന്ന് വികാസം പ്രാപിച്ചത്. അതോടുകൂടി ഇന്ത്യൻ ജനത ഒന്നാകെ ഈ പ്രസ്ഥാനത്തിലേക്ക് മാറി. വ്യവസായികളും വ്യാപാരികളും ഗ്രാമീണരും തൊഴിലാളികൾ തന്നെ, ഫാക്ടറി തൊഴിലാളികള്, കർഷക തൊഴിലാളികള് തുടങ്ങി മുതലാളിമാര്, ഒരുപാട്ടൊക്കെ യോജിക്കാൻ കഴിയാത്തവരാ മുതലാളിമാര്. അപ്പൊ അങ്ങനെയുള്ള ഇവരെല്ലാം തന്നെ ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി അണിചേർന്നു. എന്ന് മാത്രമല്ല, അങ്ങ് ആസേതു ഹിമാചലം നിലനിൽക്കുന്ന വൈജാത്യങ്ങൾ ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ഈ ഭാഷയുടെയും മതത്തിന്റെയും ജാതിയുടെയും ഒക്കെ വൈജാത്യങ്ങൾ നിലനിൽക്കുന്ന അവസ്ഥയിൽ ആ വൈജാത്യങ്ങളൊക്കെ മറന്നുകൊണ്ട് ഒരു ചരടിൽ കോർത്ത മുത്തുകൾ പോലെ ഒന്നുചേരുകയായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ. അങ്ങനെ അതൊരു സാമൂഹ്യ കൂട്ടായ്മയായി മാറി. അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മേധാവിത്വം ഉണ്ടാകാൻ ഇടയായ സാധ്യത ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ പൈതൃകവുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ, എല്ലാ വിഭാഗത്തെയും ഒന്നിപ്പിക്കുന്നതിനുള്ള ഒരു അവസ്ഥ ദേശീയ പ്രസ്ഥാന കാലയളവിൽ കോൺഗ്രസിനുണ്ടായിരുന്നു. എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി അന്ന് കോൺഗ്രസിന് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, പ്രത്യയശാസ്ത്രപരമായി പല ചിന്താഗതിക്കാരികളുണ്ടായിരുന്നു. അതിൽ വിപ്ലവകാരികളുണ്ടായിരുന്നു, സമാധാനകാംക്ഷികളുണ്ടായിരുന്നു, മിതവാദികളുണ്ടായിരുന്നു, തീവ്രവാദികളുണ്ടായിരുന്നു. അപ്പോൾ മിതവാദികളും തീവ്രവാദികളും അതുപോലെ തന്നെ വിപ്ലവ ചിന്താഗതിക്കാരും സമാധാന ചിന്താഗതിക്കാരും എന്തിനേറെ ഇടതുപക്ഷവും വലതുപക്ഷവും ഒക്കെ അന്ന് എന്തിന്റെ ഭാഗമായിരുന്നു? കോൺഗ്രസിന്റെ ഭാഗമായിരുന്നു. അപ്പൊ അങ്ങനെ പ്രത്യയശാസ്ത്രപരമായും സാമൂഹ്യമായും ഇന്ത്യൻ ജനതയെ ആകെ കോർത്തിണക്കാൻ കഴിഞ്ഞ ഒരു പ്രസ്ഥാനം, ഉൾക്കൊള്ളാൻ കഴിഞ്ഞ പ്രസ്ഥാനമായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആ പൈതൃകമാണ് കാൽ നൂറ്റാണ്ടോളം ഇന്ത്യയിലെ ഭരണത്തിൽ മേധാവിത്വം സ്ഥാപിക്കാൻ കോൺഗ്രസിനെ സഹായിച്ചത്. എന്നാൽ ക്രമേണ ആ പഴയ കാഴ്ചപ്പാടിന് മാറ്റങ്ങളുണ്ടായി. ദേശീയ പ്രസ്ഥാന കാലയളവിൽ നമ്മൾ ഒരേ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യവുമായിട്ടാണ് മുന്നേറിയത്. ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം, മറ്റു ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം സാമ്രാജ്യത്വത്തിന് അറുതി വരുത്തുക, ബ്രിട്ടീഷ് മേധാവിത്വത്തിന് അറുതി വരുത്തുക എന്ന ഒറ്റ കാര്യമായിരുന്നു. അന്ന് ഭിന്നിപ്പല്ല ആവശ്യം, ഒരുമയാണ് എന്നതായിരുന്നു അന്നത്തെ ഘടകം. അതുകൊണ്ട് ആരെയും മാറ്റി നിർത്താൻ, ആരെയും ഒഴിവാക്കാൻ ദേശീയ പ്രസ്ഥാനത്തിന് കഴിഞ്ഞിരുന്നില്ല. എന്നാൽ സ്വാതന്ത്ര്യം പ്രാപിച്ചതോടുകൂടി അതിന് മാറ്റമുണ്ടായി. കോൺഗ്രസിന്റെ കാഴ്ചപ്പാടുകളിലും മാറ്റമുണ്ടായി. അപ്പൊ അത്തരത്തിൽ ഒരവസ്ഥ വന്നപ്പോൾ പല പ്രതിപക്ഷ കക്ഷികളും നമ്മുടെ രാജ്യത്ത് ഉടലെടുക്കാൻ തുടങ്ങി. ഐവർ ജെന്നിങ് എന്ന് പറയുന്ന പ്രശസ്തനായ പണ്ഡിതന്റെ അഭിപ്രായത്തിൽ
പ്രതിപക്ഷമില്ലെങ്കിൽ ജനാധിപത്യമില്ല. അപ്പോൾ ഒരു രാജ്യത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭരണ മേഖലയിൽ ഒരു പ്രതിപക്ഷമില്ലെങ്കിൽ അവിടെ തീർച്ചയായിട്ടും എന്ത് കാണില്ല? ജനാധിപത്യം കാണില്ല. അപ്പോൾ പ്രതിപക്ഷം വളരെ ശക്തമായി ഉണ്ടാവണം. എന്നെങ്കിലേ ജനാധിപത്യത്തിന്റെ അവിഭാജ്യ ഘടകമാണ് പ്രതിപക്ഷം. അപ്പോൾ പ്രതിപക്ഷമില്ലെങ്കിൽ ജനാധിപത്യമില്ല എന്ന് പ്രമുഖ പണ്ഡിതനായ ഐവർ ജെന്നിങ് അഭിപ്രായപ്പെട്ടു. നമുക്കറിയാം, ജനാധിപത്യ വ്യവസ്ഥയിൽ ഭൂരിപക്ഷം കിട്ടുന്നവർ ഗവൺമെന്റ് രൂപീകരിക്കും. ആ ഭൂരിപക്ഷം നേടി ഗവൺമെന്റ് രൂപീകരിക്കുന്നതിനുള്ള അർഹത നേടുന്നവരെ പരാജയപ്പെട്ടവരെ അംഗീകരിക്കും. എന്നിട്ട് അവരാരായി പ്രവർത്തിക്കും? പ്രതിപക്ഷമായി പ്രവർത്തിക്കും. സ്വതന്ത്ര ഇന്ത്യയിലും അത്തരത്തിലാണ് സംഭവിച്ചത്. പരാജിതർ പ്രതിപക്ഷമായി പ്രവർത്തിക്കാൻ തുടങ്ങി. അവരുടെ ജോലി എന്താ? പ്രതിപക്ഷത്തിന്റെ തെറ്റായ നടപടികളെ വിമർശിക്കുക എന്നുള്ളതാണ്. പ്രതിപക്ഷത്തിന്റെ തെറ്റായ നടപടികളെ വിമർശിക്കുക. ഇപ്പോൾ ഒരു നിശ്ചിത കാലയളവിലേക്കാണ് തിരഞ്ഞെടുക്കുന്നത്. ആ നിശ്ചിത കാലയളവ് അവർക്ക് പ്രവർത്തിക്കുന്നതിനുള്ള മാൻഡേറ്റ് ജനങ്ങൾ കൊടുത്തതാണ്. അസാധാരണമായ സാഹചര്യങ്ങളിലല്ലാതെ ആ ഗവൺമെന്റിന് കാലാവധി പൂർത്തീകരിക്കാതിരിക്കാൻ കഴിയില്ല. അത് ഭരണപരമായ ഒരു ബാധ്യതയാണ്, ജനങ്ങളോടുള്ള ബാധ്യതയാണ്. പിന്നെ പ്രതിപക്ഷത്തിന്റെ പണി എന്താ? പ്രതിപക്ഷം ഗവൺമെന്റ് ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ജാഗരൂകരായിരിക്കണം. പോരായ്മകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ചൂണ്ടിക്കാണിച്ച് ആ പോരായ്മകൾ തുറന്നു കാട്ടിക്കൊണ്ട് നിശ്ചിത പീരീഡ് വരെ കാത്തിരുന്നിട്ട് അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ, അടുത്ത ചാൻസ് വരുമ്പോൾ, വേണ്ട ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ പറഞ്ഞു, ഇന്ന കാര്യങ്ങളിൽ വീഴ്ച പറ്റി, അതുകൊണ്ട് അവരെ മാറ്റി നിർത്തിയിട്ട് ഞങ്ങളെ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കണം. നമുക്കറിയാം, ആധുനിക കാലയളവിൽ അങ്ങനെയല്ല. ഏത് പാർട്ടി അധികാരത്തിൽ വന്നു കഴിഞ്ഞാലും പിറ്റേന്ന് തൊട്ട് രാജിവെക്കുക, പുറത്തു പോവുക, അല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതല്ല പ്രതിപക്ഷ മര്യാദ. അത് ഏതൊരു ഭരണകൂടത്തിന്റെയും രീതി അതല്ല. പോരായ്മകൾ അക്കമിട്ട് ചൂണ്ടിക്കാണിക്കുന്നതോടൊപ്പം തന്നെ, ജനങ്ങളിലേക്ക് എത്തിക്കുന്നതോടൊപ്പം തന്നെ, ആ കാലാവധി കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ഇന്നതായിരുന്നു. ഭരണപക്ഷത്തിന്റെ ജോലി എന്താ? പ്രവർത്തനങ്ങൾ ഭരണം നടത്തുന്നതോടൊപ്പം തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ആ പറഞ്ഞ കാലയളവിൽ ഞങ്ങൾ എന്തൊക്കെ ജനങ്ങൾക്ക് വാഗ്ദാനങ്ങൾ നൽകിയിട്ടാണ് അധികാരത്തിൽ വന്നത്, ആ അധികാരത്തിൽ വന്നപ്പോൾ ഞങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, ആ പറഞ്ഞതിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ കഴിയാതെ പോയിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട്, പറഞ്ഞതിൽ കൂടുതൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, ഇനി എന്തൊക്കെ ചെയ്യും, അത് പറഞ്ഞുകൊണ്ട് ഭരണപക്ഷവും തെരഞ്ഞെടുപ്പിനെ നേരിടണം. അതാണ് ജനാധിപത്യ രീതി, അതാണ് ജനാധിപത്യ മാർഗം. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ നമ്മുടെ രാജ്യത്ത് അന്നു മുതൽ ഇന്ന് വരെ അത്തരത്തിൽ ക്രിയാത്മകമായ സൃഷ്ടിപരമായിട്ടുള്ള വിമർശനങ്ങളും ഏറ്റുമുട്ടലുകളും എല്ലാം നടക്കുന്നുള്ളത് ദൗർഭാഗ്യകരമായ വേറൊരു വസ്തുത. ഇന്ത്യൻ രാഷ്ട്രീയം പരിശോധിച്ച് നോക്കിയാൽ തുടക്കത്തിൽ അതൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് അതൊക്കെ ഇല്ലാതെയായി. രാഷ്ട്രീയത്തിൽ ധാർമ്മികതയ്ക്ക് സ്ഥാനമില്ലാതെയായി. അതുപോട്ടെ, നമുക്ക് ആ കാര്യങ്ങളിലേക്ക് നമ്മൾ പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്നത് കൊണ്ട് ഞാൻ കഴിഞ്ഞ വർഷമേ പറഞ്ഞു, ഓരോരുത്തർക്കും ശക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുണ്ടാവും. കാഴ്ചപ്പാടുകൾ ഉണ്ടായാൽ മാത്രം പോരാ. നിങ്ങളോട് ഞാൻ വ്യക്തമായി പറഞ്ഞതാണ്, കൃത്യമായ രാഷ്ട്രീയ കാഴ്ചപ്പാട്. നിങ്ങൾ ആരും പറയത്തില്ല, +2 ഇരിക്കുന്ന ഒരു ആളും പറയില്ല എനിക്ക് രാഷ്ട്രീയമില്ല എന്ന്. നിങ്ങൾക്ക് എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട് എന്ന് നിങ്ങൾ ആര് ചോദിച്ചാലും അന്തസ്സോടെ പറയും. പുറമേ കൊടിയും പിടിച്ച് നടക്കുന്നതല്ല രാഷ്ട്രീയം. രാഷ്ട്രത്തെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാട്, രാഷ്ട്രത്തെ ആര് ഭരിക്കണം, എങ്ങനെ ഭരിക്കണം, അത് മാത്രമല്ല ഭരിക്കുന്നവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ നിഷ്പക്ഷമായി വിലയിരുത്തണം. സമ്മതിദാനാവകാശം വിനിയോഗിക്കുക എന്ന് പറയുമ്പോൾ ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. വോട്ട് ചെയ്യാൻ പോകുന്ന ഒരാൾ പറയുക എനിക്ക് രാഷ്ട്രീയമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കള്ളത്തരമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് രാഷ്ട്രീയ ചിന്താഗതി ഉണ്ടാവണം, വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാവണം. അപ്പോൾ ആ കാഴ്ചപ്പാട് നിലനിൽക്കുകയും അത് ശക്തമായി വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുമ്പോഴാണ് രാഷ്ട്രീയം ശുദ്ധമാകുന്നത്, അധാർമികത രാഷ്ട്രീയത്തിൽ ഇല്ലാതെയാകുന്നത്. രാഷ്ട്രീയ പാർട്ടികളിൽ അംഗമായിട്ടുള്ളവർ എന്ന് പറയുന്നത് തങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളെ അപ്പാടെ അംഗീകരിക്കലല്ല. പുറമെ എന്തു പറഞ്ഞാലും രാഷ്ട്രീയ പാർട്ടിയിലെ അവസരങ്ങൾ വരുമ്പോൾ അവിടെ വ്യക്തമായി തുറന്നു കാട്ടും. അങ്ങനെ തുറന്നു കാട്ടുമ്പോഴാണ് രാഷ്ട്രീയ പാർട്ടികൾ ശുദ്ധമാകുന്നത്. നമ്മൾ അത്തരം സ്വതന്ത്രമായി രാഷ്ട്രീയത്തെ വിലയിരുത്തുന്നവരായി മാറണം. പൊളിറ്റിക്കൽ സയൻസിന്റെ സ്റ്റുഡൻസ് അങ്ങനെയുള്ളവരായി തീരണം. നാളെയുടെ നല്ല വാഗ്ദാനങ്ങളായി രാഷ്ട്രീയ മേഖലകളിൽ നിങ്ങൾ മാറണം. എന്നുവെച്ചാൽ എല്ലാവരും രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരോ പ്രവർത്തകരോ ആകണമെന്നല്ല ഞാൻ പറഞ്ഞത്. രാഷ്ട്രീയത്തെ വിശകലനം ചെയ്യാൻ
ശേഷിയുള്ളവരായി മാറണം. ഇന്ന് അങ്ങനെയല്ല. ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും അത് എവിടെയായാലും ഒരു പിടി ആൾക്കാർ പറയുന്ന കാര്യങ്ങളിലേക്ക് മാത്രം കേന്ദ്രീകരിച്ചുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ്. അങ്ങനെ ആവാൻ പാടില്ല. എല്ലാത്തിനെയും സ്വതന്ത്രമായി നമുക്ക് വിലയിരുത്താൻ കഴിയണം. മറ്റുള്ളവർ പറയുന്നതിനെ മുഖവിലേക്ക് എടുക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ കഴിഞ്ഞ വർഷം സൂചിപ്പിച്ചതാണ്. അവയൊക്കെ മുഖവിലേക്ക് എടുക്കണം. എടുക്കുന്നത് എങ്ങനെയാ? സ്വതന്ത്രമായ വിശകലനത്തിന്. ഈ പറയുന്ന ആളിന്റെ താല്പര്യം എന്താണ്? നമ്മൾ ഇത്രയും ശ്രദ്ധിക്കണം. പറയുന്ന ആളിന്റെ താല്പര്യം എന്താണ്? പറയുന്ന ആൾക്ക് എന്തെങ്കിലും നിശ്ചിത താല്പര്യമുണ്ടോ എന്ന് നമുക്ക് സ്വതന്ത്രമായി പരിശോധിക്കാൻ കഴിയണം. എന്നെങ്കിലേ രാഷ്ട്രീയമായ മുന്നേറ്റം നമ്മുടെ രാജ്യത്തുണ്ടാവൂ. അത് ഭരണരംഗത്ത്, രാഷ്ട്രീയ പാർട്ടികളിലും തുടർന്ന് ഭരണരംഗത്തും നല്ല രീതിയിൽ പ്രതിഫലിക്കുക ഉള്ളൂ. അപ്പോൾ ഒരു പ്രതിപക്ഷം എന്ന് പറയുമ്പോൾ ആ പ്രതിപക്ഷത്തിന് അതിൻ്റെതായ റോളുണ്ട്. ആ റോള് ഭംഗിയായി നിറവേറ്റുക, അതാണ് അതിന്റെ പ്രത്യേകത. ആര് ഭരിച്ചാലും പ്രതിപക്ഷത്തിരിക്കുന്നവരെന്നും രാജിവെക്കാൻ പറയും. ഭരണപക്ഷത്തിരിക്കുന്നവർ അതിനെ എതിർക്കും. അവർ പ്രതിപക്ഷത്താകുമ്പോൾ മറ്റൊരു ഭരണപക്ഷത്താകുമ്പോൾ തിരിച്ചുമുണ്ടാവും. അതല്ല യഥാർത്ഥ ജനാധിപത്യ വ്യവസ്ഥിതി. ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ പ്രതിപക്ഷത്തിന് ശക്തമായ റോളാണ് ഉണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞു, കോൺഗ്രസ് പാർട്ടിയിൽ നേരത്തെ ഉണ്ടായിരുന്ന നേതാക്കന്മാരും അതുപോലെയുള്ള പ്രവർത്തകരുമാണ് പിന്നീട് മറ്റു പല രാഷ്ട്രീയ പാർട്ടികളിലേക്കും പോയതും രൂപീകരിച്ചതും. ഒരു വലിയ മാതൃക ഇന്ത്യയിൽ തുടക്കത്തിലുണ്ടായിരുന്നു. ക്യാബിനറ്റിൽ പോലും പ്രതിപക്ഷത്തു നിന്ന് അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്ന ഒരു വലിയ സമ്പന്നമായ സംസ്കാരം നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കറിയാം, രാഷ്ട്രീയമായി എത്രയോ പുറകോട്ട് നമ്മൾ പോയി. രാഷ്ട്രീയ ധാർമ്മികതയിൽ നിന്നും പ്രതിപക്ഷം നമുക്കറിയാം, 100 സീറ്റ് ഒരു കക്ഷി പിടിച്ചു. ഒരു കക്ഷിക്ക് 99 സീറ്റേ ഉള്ളൂ. ഭരിക്കാൻ അവസരം കിട്ടുന്നത് 100 സീറ്റ് പിടിച്ച ആൾക്കാണ്. അല്ലെങ്കിൽ വോട്ടിംഗ് ശതമാനം പരിശോധിച്ചാൽ. അപ്പൊ എന്ന് വെച്ചാൽ അതിനർത്ഥം പൂർണ്ണമായും ജനങ്ങൾ അവർക്ക് അനുകൂലമായിരുന്നില്ല, ഭരണകക്ഷിക്ക് അനുകൂലമായിരുന്നില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. വോട്ടിംഗ് ശതമാനമൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്കറിയാം, 50%-ലകം ആൾ ഓവർ നമ്മുടെ രാജ്യത്തായാലും സംസ്ഥാനത്തായാലും 50%-ലധികം വോട്ട് നേടി അധികാരത്തിൽ വന്നിട്ടുള്ളത് പിന്നെ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന 1-2 തെരഞ്ഞെടുപ്പുകളിൽ മാത്രമേ ഉള്ളൂ. വൻതോതിൽ സീറ്റുകൾ വാരിക്കൂട്ടുന്ന പാർട്ടികൾ ഒക്കെ തന്നെ ഈ പറയുന്ന 50%-ൽ താഴെ മാത്രമായിട്ടാണ്. എന്ന് വെച്ചാൽ 50%-ൽ അധികം പേരും ആ പാർട്ടിക്ക് എതിരായിരുന്നു എന്നാണ് അതിനർത്ഥം. അപ്പൊ പ്രതിപക്ഷക്കാരുടെ ബഹുമാനം ഉണ്ടാവണം, ആദരവ് ഉണ്ടാവണം. അപ്പൊ ആ കാഴ്ചപ്പാട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പ്രതിപക്ഷത്ത് ജയിച്ചു വന്നവരെ കൂടി തന്റെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ തയ്യാറായി. നമ്മളൊന്ന് ആലോചിച്ച് ഇന്ന് ചിന്തിക്കാൻ കഴിയുന്ന കാര്യമാണ്. പ്രതിപക്ഷത്തെ കൂടി മുഖവിലേക്ക് എടുത്തുകൊണ്ട് ക്യാബിനറ്റിൽ അംഗങ്ങളെ ഉൾക്കൊള്ളിക്കാൻ തയ്യാറായി. പ്രതിപക്ഷത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ചെയ്തതാണ്. ഇടക്കാല ഗവൺമെന്റിനും തെരഞ്ഞെടുപ്പ് ആദ്യം ഇടക്കാല ഗവൺമെന്റാണ് ഉണ്ടാക്കുന്നത്. അതിനുശേഷമാണ് തെരഞ്ഞെടുപ്പ് നടത്തി 1952-ൽ തെരഞ്ഞെടുപ്പ് നടത്തി മന്ത്രിസഭ രൂപീകരിക്കപ്പെടുന്നത്. പ്രതിപക്ഷത്തു നിന്നുള്ള അംഗങ്ങളെ തെരഞ്ഞെടുത്തു. അതിനുദാഹരണമാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ. ഡോക്ടർ ബി ആർ അംബേദ്കർ പ്രതിപക്ഷത്ത് ഉള്ള പ്രതിനിധിയായിരുന്നു. അദ്ദേഹത്തെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ നിയമമന്ത്രിയായി നിയമിക്കാൻ, ക്യാബിനറ്റ് റാങ്കുള്ള നിയമമന്ത്രിയായി നിയമിക്കാൻ തയ്യാറായ പ്രധാനമന്ത്രിയായിരുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. ഇങ്ങനെയൊക്കെയുള്ള അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് നല്ലൊരു വിഭാഗം ആൾക്കാർക്കും അതൊക്കെ അറിയാമായിരിക്കും. നമ്മൾ ഇന്ത്യയുടെ ചരിത്രം പഠിക്കണം. പിന്നെ എങ്ങനെ ഇന്നത്തെ അവസ്ഥയിലേക്ക് നമ്മൾ എത്തി എന്നുള്ളതും പരിശോധിക്കണം. അപ്പൊ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിസഭയിലെ ഡോക്ടർ ബി ആർ അംബേദ്കർ പ്രതിപക്ഷത്തെ അംഗമായിരുന്നു. അദ്ദേഹത്തെ നിയമമന്ത്രിയായി നിയമിച്ചു. എന്ന് മാത്രമല്ല, ശ്യാമപ്രസാദ് മുഖർജി അദ്ദേഹത്തെ ക്യാബിനറ്റ് റാങ്കിൽ ഉൾക്കൊള്ളിച്ചു. അദ്ദേഹം പ്രതിപക്ഷ കക്ഷിയുടെ അംഗമായിരുന്നു, ശ്യാമപ്രസാദ് മുഖർജി. അപ്പോൾ ഡോക്ടർ ബി ആർ അംബേദ്കറിനെ പോലെയും ശ്യാമപ്രസാദ് മുഖർജിയെ പോലെയുള്ള പ്രമുഖരെ പ്രതിപക്ഷത്തു നിന്നും ക്യാബിനറ്റിലേക്ക് ഉൾക്കൊള്ളിക്കാൻ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ശ്രമിച്ചു. അതുപോലെ തന്നെ അന്നത്തെ എണ്ണം പറഞ്ഞ തലയെടുപ്പുള്ള നേതാവായിരുന്നു, സോഷ്യലിസ്റ്റ് നേതാവായിരുന്ന ജയപ്രകാശ് നാരായണൻ. ആ ജയപ്രകാശ് നാരായണനെ കേന്ദ്ര മന്ത്രിസഭയിലേക്ക് ക്ഷണിച്ചു, ക്യാബിനറ്റിലേക്ക്. അദ്ദേഹം നിരസിച്ചു, അത് വേറെ കാര്യം. അദ്ദേഹം ആ സ്ഥാനം ഏറ്റെടുത്തില്ല. അപ്പൊ അങ്ങനെയുള്ള വലിയ മനോഭാവം ഉണ്ടായിരുന്ന രാഷ്ട്രീയ ധാർമ്മികത അങ്ങേയറ്റം നിലനിന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു സ്വാതന്ത്ര്യാനന്തരം തൊട്ടു ശേഷം വന്ന കാലയളവ്. പിന്നീട് വളരെ മാറി. അപ്പൊ അങ്ങനെ
ഒരു വലിയ കീഴ്വഴക്കം നല്ല രീതിയിൽ നിലനിന്നിരുന്നു തുടക്കത്തിൽ. എന്നാൽ പിന്നീട് ആ രീതികളൊക്കെ ഇല്ലാതെയായി. ഇനി നമ്മൾ പരിശോധിക്കുന്നത് നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യാനന്തരം വളർന്നു വന്ന അല്ലെങ്കിൽ രൂപം കൊണ്ട പ്രധാന പ്രതിപക്ഷ കക്ഷികൾ ഏതൊക്കെ. അതിലൊന്നാമത്തേതാണ് സോഷ്യലിസ്റ്റ് പാർട്ടി. സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറയുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ അംഗങ്ങളും നേതാക്കന്മാരുമായിട്ടിരുന്ന നല്ലൊരു വിഭാഗം ജനങ്ങൾ സോഷ്യലിസ്റ്റ് വാദികളായിരുന്നു. അങ്ങനെ ഒരു ഗ്രൂപ്പ് തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ഉണ്ടായിരുന്നു. അന്നുകൊണ്ട് ഇന്നുകൊണ്ട് ഗ്രൂപ്പ്. അത് പ്രത്യയശാസ്ത്രപരമായ ഗ്രൂപ്പുകളായിരുന്നു. ഇന്ന് രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ ഉള്ള ഗ്രൂപ്പുകൾ എന്ന് പറയുമ്പോൾ എല്ലാ പാർട്ടിയിലായാലും പ്രത്യയശാസ്ത്രം തീരെ കുറവാണ്, ഇല്ല. അതിനപ്പുറത്തുള്ള വ്യക്തി താല്പര്യങ്ങളാണ്. എന്നാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അന്ന് ഉണ്ടായിരുന്നത് മിതവാദികളുണ്ടായിരുന്നു, തീവ്രവാദികളുണ്ടായിരുന്നു, സോഷ്യലിസ്റ്റുകളുണ്ടായിരുന്നു, ക്യാപിറ്റലിസത്തെ അനുകൂലിക്കുന്നവരുണ്ടായിരുന്നു. ഇങ്ങനെ വ്യത്യസ്ത പ്രത്യയശാസ്ത്ര ചിന്താഗതിക്കാര് ഉണ്ടായിരുന്നു. ആ സോഷ്യലിസ്റ്റ് പാർട്ടികൾ, അതായത് ഇന്ന് നമ്മൾ കാണുന്ന സമാജ്വാദി പാർട്ടി, അതുപോലെ തന്നെ രാഷ്ട്രീയ ജനതാദൾ, ഐക്യ ജനതാദൾ, ജനതാദൾ സർക്കുലർ, ഇങ്ങനൊക്കെ ഒത്തിരി ജനതാദളിന്റെ പേര് പറയാനുള്ള പാർട്ടികളുണ്ട്. SP സമാജ്വാദി പാർട്ടി. അപ്പൊ അങ്ങനെയുള്ള പാർട്ടികളൊക്കെ അല്ലെങ്കിൽ അതിന്റെ നേതാക്കന്മാരും പിന്തുടർച്ചക്കാരും ഒക്കെ അന്ന് സോഷ്യലിസ്റ്റ് പാർട്ടിക്കാരായിരുന്നു. സോഷ്യലിസ്റ്റ് പാർട്ടിക്കാർ ആയിരുന്നവരായിരുന്നു. സ്വതന്ത്ര ഇന്ത്യയിലെ ഒരു പ്രമുഖ പ്രതിപക്ഷ കക്ഷിയായിരുന്നു സോഷ്യലിസ്റ്റ് പാർട്ടി. അതായത് 1934 ആദ്യമായി ഇന്ത്യയിൽ ഒരു സോഷ്യലിസ്റ്റ് പാർട്ടി ഉണ്ടായ സ്വാതന്ത്ര്യത്തിന് മുമ്പേ ഉണ്ടായ പാർട്ടിയാണ് സോഷ്യലിസ്റ്റ് പാർട്ടി. അതിന്റെ പേര് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്നായിരുന്നു. ആചാര്യ നരേന്ദ്രദേവിന്റെ അധ്യക്ഷതയിലാണ് ഇത് രൂപം കൊണ്ടത്. ഒരു മാർക്കിനൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ എഴുതണം സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് രൂപം നൽകിയ നേതാവ് ആചാര്യ നരേന്ദ്രദേവ്. ആചാര്യ നരേന്ദ്രദേവിന്റെ നേതൃത്വത്തിൽ സോഷ്യലിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടു. അവരെങ്ങനെ ആദ്യം പ്രവർത്തിച്ച 1934 രൂപം കൊണ്ടെങ്കിലും അവർ കോൺഗ്രസിനകത്ത് നിന്നുകൊണ്ട് തന്നെയാണ് പ്രവർത്തിച്ചത്. അന്ന് പ്രത്യയശാസ്ത്ര കൂട്ടായ്മയാണ്. മറ്റ് ചിന്താഗതിക്കാരും പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവരും പാർട്ടിക്കാർക്കും ഒക്കെ കോൺഗ്രസിൽ മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ കോൺഗ്രസിനകത്തു നിന്നുകൊണ്ടാണ് അവർ പ്രവർത്തിച്ചത്. എന്നാൽ 1948 കോൺഗ്രസ് അതിന്റെ ഭരണഘടനയിൽ മാറ്റം വരുത്തി. കോൺഗ്രസിന്റെ ഭരണഘടനയിൽ മാറ്റം വരുത്തിയതനുസരിച്ച് മറ്റ് പാർട്ടികളിൽപ്പെട്ടവർക്ക് കോൺഗ്രസിൽ അംഗത്വം ഉണ്ടായിരിക്കില്ല. അംഗത്വം, അതായത് കോൺഗ്രസ് പാർട്ടിയിലുള്ള അംഗമല്ലാതെ മറ്റു പാർട്ടികളിൽ അംഗമാകുന്നത് നിരോധിച്ചുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ ഭരണഘടനയിൽ മാറ്റം ഉണ്ടാക്കിയതോടുകൂടി സോഷ്യലിസ്റ്റ് പാർട്ടി, അതായത് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞ് കോൺഗ്രസിനകത്ത് നിന്നവര് അത് വിട്ട് 1948 സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന പേരില് ഒരു പ്രത്യേക പാർട്ടിയായിട്ട് മാറി. അപ്പൊ ഇതൊരു പ്രത്യേക പാർട്ടിയായിട്ട് മാറുന്നത് 1948 രൂപം കൊണ്ടത് 1934 കോൺഗ്രസിനകത്ത് തന്നെ ഒരു ഗ്രൂപ്പായിരുന്നുകൊണ്ട് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി. അവർക്ക് 1948 വരെ കോൺഗ്രസിനകത്ത് നിലനിൽക്കാൻ കഴിഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് കോൺഗ്രസ് പാർട്ടിയിലെ മറ്റ് ഏത് പാർട്ടിയിൽപ്പെട്ടവർക്കും പ്രത്യയശാസ്ത്രത്തിൽപ്പെട്ടവർക്കും അംഗത്വം കൊടുക്കുമായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് അവർ കോൺഗ്രസ് പാർട്ടിയിൽ തന്നെ നിന്ന് പ്രവർത്തിച്ചത്. എന്നാൽ 1948 കോൺഗ്രസ് അതിന്റെ ഭരണഘടനയിൽ മാറ്റം വരുത്തിക്കൊണ്ട് മറ്റ് പാർട്ടിയിലെ അംഗങ്ങൾക്ക് അതിനകത്തിൽ അംഗത്വം നിഷേധിച്ചു. അത്തരവസ്ഥയിൽ ഈ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിലെ ആൾക്കാര് നേതാക്കന്മാരും പുറത്തു പോവുകയും കോൺഗ്രസിൽ നിന്ന് പുറത്തു പോവുകയും സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിക്കുകയും ചെയ്തു. അവരുടെ മുദ്രാവാക്യം ജനാധിപത്യം, സോഷ്യലിസം എന്നിവയായിരുന്നു. അവരുടെ പ്രത്യയശാസ്ത്രം അതായിരുന്നു. സോഷ്യലിസവും ജനാധിപത്യവും. സോഷ്യലിസം എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം, ഞാനതിൽ കൂടുതലേക്കൊന്നും പോകുന്നില്ല. സോഷ്യലിസവും ജനാധിപത്യവും ആയിരുന്നു. മാർക്ക് ചോദിക്കുമ്പോൾ ഓർത്തിരിക്കുക, പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം ഇതൊക്കെ. ജനാധിപത്യം, സോഷ്യലിസം എന്ന ആ പ്രത്യയശാസ്ത്രത്തിന്റെ ഉടമകളായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി സോഷ്യലിസ്റ്റ് പാർട്ടി. ആചാര്യ നരേന്ദ്രദേവാണ് ഇതിന്റെ സ്ഥാപക നേതാവ്. മുതലാളിമാര്, ഭൂജന്മിമാര്, തൊഴിലാളികള്, കർഷകര് ഇവരൊക്കെ തമ്മിലുള്ള ഭിന്നതയാണ് ഇതിന് കാരണമായത്. എന്നുവെച്ചാൽ കോൺഗ്രസിൽ നിന്ന് ഒരു പ്രത്യേക പാർട്ടി രൂപീകരിച്ച് പുറത്തേക്ക് പോകാനുണ്ടായ സാഹചര്യം അതാണ്. കോൺഗ്രസ് കാലക്രമത്തിൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്നവരായിരുന്ന കോൺഗ്രസ് കാലക്രമത്തിൽ
വരേണ്യവർഗത്തെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നു എന്ന ചിന്താഗതിയുടെ ഭാഗമായിട്ടാണ് ഇതിനെ മാറ്റിയത്. അപ്പോൾ കോൺഗ്രസ് കൂടുതലായി സമ്പന്ന വർഗത്തെ അല്ലെങ്കിൽ മുതലാളിമാരെയും വ്യവസായികളെയും ഭൂ ഉടമകളെയും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന വിമർശനത്തിന്റെ ഭാഗമായിട്ടാണ്. എന്ന് വെച്ചാൽ തൊഴിലാളികളെയും കർഷകരെയും ഒക്കെ അവഗണിക്കുന്നു എന്ന അഭിപ്രായത്തിന്റെ ഭാഗമായിട്ടാണ് അവർ കോൺഗ്രസിനെ വിമർശിച്ചുകൊണ്ട് കോൺഗ്രസിൽ നിന്നും പുറത്തേക്ക് പോയത്. പക്ഷെ ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, പിന്നീട് അത് പല പാർട്ടികളായി പിളർന്നു. മുമ്പ് ഞാൻ പറഞ്ഞ സമാജ്വാദി പാർട്ടി, രാഷ്ട്രീയ ജനതാദൾ എന്നൊക്കെ പറഞ്ഞ് പല പാർട്ടികളായി പിളർന്ന് മാറുകയുണ്ടായി. ഈ സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് നേതൃത്വം കൊടുത്ത പ്രമുഖ നേതാക്കന്മാരായിരുന്നു ജയപ്രകാശ് നാരായൺ, അശോക് മേത്ത, അച്യുത് വർദ്ധൻ, എസ് എം ജോഷി, റാം മനോഹർ ലോഹ്യ തുടങ്ങിയവരൊക്കെ. ബാച്ചിന്റെ ഫോളോയിങ്ങിലൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാം. ഇവരുടെ ആരുടെങ്കിലും പേര് കൊടുത്തിട്ട് വലതുവശത്ത് എവിടെയെങ്കിലും സോഷ്യലിസ്റ്റ് പാർട്ടി എന്നാണ്. അപ്പോൾ നമുക്കറിയാം ഇവരിലെ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ കൊടുത്തിട്ട് കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ കൊടുക്കുക, അവരെ പാർട്ടിനെ കൊടുത്തിട്ട്. അപ്പോൾ മാച്ച് ദി ഫോളോയിങ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ അതിനകത്തിലൊക്കെ ചോദിക്കാവുന്ന, അപ്പോൾ അതുകൊണ്ട് ഓർത്തിരിക്കണം. അപ്പോൾ ഏറ്റവും പ്രമുഖ നേതാക്കന്മാരായിരുന്നു ഇവരൊക്കെ തന്നെ. രാം മനോഹർ ലോഹ്യ, എസ് എം ജോഷി, അച്യുത് പട്വർദ്ധൻ, ജയപ്രകാശ് നാരായൺ, അശോക് മേത്ത തുടങ്ങിയവരൊക്കെ ആയിരുന്നു പ്രമുഖ സോഷ്യലിസ്റ്റ് നേതാക്കന്മാർ. ഇനി മറ്റൊരു പ്രതിപക്ഷ പാർട്ടിയാണ്, പ്രമുഖ പ്രതിപക്ഷ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഒരു പ്രധാന പ്രതിപക്ഷ കക്ഷിയായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൽ 1952 ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൽ പാർലമെന്റിൽ 16 സീറ്റ് നേടി രണ്ടാമത്തെ കക്ഷിയായി. കോൺഗ്രസിൽ നിന്നും വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളെങ്കിലും രണ്ടാമത്തെ കക്ഷിയെ പ്രധാന പ്രതിപക്ഷമായി മാറാൻ കഴിഞ്ഞ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന പാർട്ടി രൂപം കൊള്ളുന്നതിന് ഉള്ള പശ്ചാത്തലം 1917 ബോൾഷെവിക് വിപ്ലവം, റഷ്യയിൽ നടന്ന ബോൾഷെവിക് വിപ്ലവം. ആ ബോൾഷെവിക് വിപ്ലവവും അതേ തുടർന്ന് ഉള്ള സോവിയറ്റ് യൂണിയന്റെ രൂപീകരണവുമാണ്. യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്ന ഒരു റിപ്പബ്ലിക്കിന്റെ രൂപീകരണവുമാണ് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ രൂപീകരണത്തിന്റെ പ്രചോദനം എന്ന് പറയുന്നത്. 1920 മുതൽ തന്നെ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകൾ പലയിടത്തായി പ്രവർത്തിച്ചിരുന്നു. പല പ്രദേശങ്ങളിലായി ഒരു ഏകീകൃത സ്വഭാവം ഉണ്ടായിരുന്നില്ലെന്നേ ഉള്ളൂ, പല ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. അവരൊക്കെ കോൺഗ്രസുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ 1920 മുതലേ ഉണ്ടായിരുന്നു. 1935 മുതൽ ഇവർ പൂർണ്ണമായിട്ടും ഒരു ഏകീകൃത സ്വഭാവത്തിലേക്ക് വരാൻ തുടങ്ങുകയും അന്നും കോൺഗ്രസിനകത്തു നിന്നുകൊണ്ട് തന്നെ പ്രവർത്തിക്കുകയും ചെയ്തു. 1941 രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു നിലപാട് സ്വീകരിച്ചു. 1940 1939 രണ്ടാം ലോകമഹായുദ്ധം ആരംഭിക്കുന്നു. ആ രണ്ടാം ലോകമഹായുദ്ധം ആരംഭിക്കുമ്പോൾ നമുക്കറിയാം, തുടക്കത്തിൽ നാസി ജർമ്മനി വൻ മുന്നേറ്റങ്ങളാണ് നടത്തിയത്. അപ്പോൾ 1941 യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന കാലയളവിൽ നാസി ജർമ്മനിക്കെതിരെ, നാസിസത്തിനെതിരെ, ഫാസിസവും നാസിസവും, ഇറ്റലിയിലെ ഫാസിസവും ജർമ്മനിയിലെ നാസിസവും, നാസി പട്ടാളത്തിനും നാസി മേധാവിത്വത്തിനുമെതിരെ ബ്രിട്ടനെ സപ്പോർട്ട് ചെയ്യുന്ന സമീപനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിച്ചു. നാസി മേധാവിത്വം ഇല്ലാതാക്കുന്നതിന് വേണ്ടി ലോകത്തു നിന്ന് നാസി മേധാവിത്വത്തെ തുറച്ചു നീക്കണമെന്ന അഭിപ്രായം മുന്നോട്ട് വെച്ചുകൊണ്ട് അതിനെ നേരിടുന്ന സഖ്യകക്ഷികളുടെ ഭാഗമായിട്ടുള്ള ബ്രിട്ടനെ സപ്പോർട്ട് ചെയ്യുന്ന സമീപനം സ്വീകരിച്ചു. ഇത് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും വേർപിരിയുന്നതിന് കാരണമായി. ഇതിനെ കോൺഗ്രസ് ശക്തമായി എതിർത്തു. അതുവരെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ്, ഞാൻ പറഞ്ഞ പ്രത്യയശാസ്ത്ര കൂട്ടായ്മയായിരുന്നു കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുകൊണ്ടാണ് പ്രവർത്തിച്ചത് കമ്മ്യൂണിസ്റ്റുകാർ. 1941 ഈ വേർപിരിയൽ ഉണ്ടാകുന്നത്. കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേർപിരിഞ്ഞു പോകുന്നത് ഇങ്ങനെയാണ്. അതിന്റെ കാരണം ഇതാണ്. അതായത് 1941 നാസി മുന്നേറ്റത്തിനെതിരെ
ജർമ്മൻ നാസി മേധാവിത്വത്തിനെതിരെ, അഡോൾഫ് ഹിറ്റ്ലറിന്റെ മേധാവിത്വത്തിനെതിരെ, ലോകം കീഴടക്കുന്ന നാസി ആധിപത്യത്തിനെതിരെ, കീഴടക്കാൻ ശ്രമിക്കുന്ന ആധിപത്യത്തിനെതിരെ പോരാടുന്ന ബ്രിട്ടീഷുകാരെ സപ്പോർട്ട് ചെയ്യാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിച്ചു. ഇത് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതയ്ക്ക് വഴിവെക്കുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസിൽ നിന്നും പുറത്ത് പോവുകയും ചെയ്തു. 1947 സ്വാതന്ത്ര്യത്തെക്കുറിച്ചും അഭിപ്രായ വ്യത്യാസമുണ്ട്. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും തമ്മിലുള്ള വ്യത്യാസമാണ് പറയുന്നത്, ഭിന്നതകളാണ് പറയുന്നത്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അഭിപ്രായപ്പെട്ടത് യഥാർത്ഥ സ്വാതന്ത്ര്യമല്ല നമുക്ക് ലഭിച്ചത്. അവരഭിപ്രായപ്പെട്ടത് വെള്ളക്കാരിൽ നിന്ന് സ്വാതന്ത്ര്യം ഇന്ത്യക്ക്, അല്ലെങ്കിൽ അധികാരം സ്വാതന്ത്ര്യമല്ല, മറിച്ച് അധികാര കൈമാറ്റം മാത്രമേ നടന്നിട്ടുള്ളൂ. യഥാർത്ഥ സ്വാതന്ത്ര്യം പട്ടിണി പാവങ്ങളായിട്ടുള്ള ആൾക്കാരും സമൂഹത്തിൽ താഴെ അറ്റത്തിലുള്ള ആൾക്കാരുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകാൻ ഇരിക്കുന്നതേ ഉള്ളൂ. അവർക്കൊന്നും മോചനം നേടിയിട്ടില്ല, മോചനം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് കേവലം ബ്രിട്ടീഷുകാരിൽ നിന്നും ഇന്ത്യക്കാരിലേക്ക്, ഇന്ത്യൻ നേതാക്കന്മാരിലേക്കുള്ള ഒരു അധികാര കൈമാറ്റം മാത്രമേ നടന്നുള്ളൂ. അതിനെ യഥാർത്ഥ സ്വാതന്ത്ര്യമായി കണക്കാക്കാൻ കഴിയില്ല എന്ന നിലപാട് ആണ്. അതുകൊണ്ട് സ്വാതന്ത്ര്യം എന്നത് അർത്ഥം ഇല്ലാത്ത ഒന്നാണ്, അത് വെറും കാപട്യമാണ് എന്ന അഭിപ്രായം കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിച്ചു. ഇതിന്റെ ഭാഗമായി രാജ്യത്തിന്റെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതിന്റെ വിവിധ ഘടകങ്ങളും പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു. അത്തരത്തിലുള്ള ഒരു പ്രക്ഷോഭം, ഒരു ഗ്രൂപ്പിന്റെ പ്രക്ഷോഭമാണ് നിങ്ങൾക്കൊക്കെ സുപരിചിതമായ തെലങ്കാനയിലെ ഉണ്ടായ സായുധ കലാപം. ആ തെലങ്കാനയിലുണ്ടായ സായുധ കലാപത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശക്തമായി പിന്തുണച്ചു. ഇതും കോൺഗ്രസുമായിട്ടുള്ള അഭിപ്രായ ഭിന്നതയ്ക്ക് കാരണമായി. സായുധ കലാപത്തെ പിന്തുണച്ചത്. ആദ്യ തെരഞ്ഞെടുപ്പിൽ ഞാൻ പറഞ്ഞു 16 സീറ്റുകൾ ലഭിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യകാല പ്രമുഖ നേതാക്കന്മാർ ആയിരുന്നു AK ഗോപാലൻ, EM ശങ്കരൻ നമ്പൂതിരിപ്പാട്, PC ജോഷി, അജയ് ഘോഷ്, P സുന്ദരിയ, SA ഡാംഗെ തുടങ്ങിയവരൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യകാലത്തെ പ്രമുഖ നേതാക്കന്മാരായിരുന്നു. PC ജോഷി, അജയ് ഘോഷ്, EM ശങ്കരൻ നമ്പൂതിരിപ്പാട്, SA ഡാംഗെ, AK ഗോപാലൻ തുടങ്ങിയവരൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമുന്നത നേതാക്കന്മാരായിരുന്നു. എന്നാൽ 1964 ശക്തമായി വളർന്നു വന്നുകൊണ്ടിരുന്ന, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ശക്തമായ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു പിളർപ്പുണ്ടായി 1964. ആ പിളർപ്പ് പ്രത്യയശാസ്ത്രപരമായിരുന്നു. പ്രത്യയശാസ്ത്രപരമായ ഭിന്നതയുടെ അടിസ്ഥാനത്തിൽ ഒരു പിളർപ്പുണ്ടായി. സോവിയറ്റ് യൂണിയനെ, അതിന്റെ നയങ്ങളെയും പിന്തുടരുന്നവർ CPI ആയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയായും, ചൈനീസ് നയങ്ങളെയും നടപടികളെയും പിന്തുടരുന്ന ആശയഗതികളുള്ളവര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന പേരിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും പിളർന്നു മാറിയ ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കി. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടായി. അത് പ്രത്യയശാസ്ത്രപരമായ, അതായത് സോവിയറ്റ് യൂണിയനിൽ നടപ്പിലാക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ, അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയങ്ങളോട് യോജിക്കുന്നവർ CPIയുടെ ഭാഗത്തു നിന്നു. എന്നാൽ ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിച്ച നടപടികളോടും നയങ്ങളോടും, വിശേഷിച്ച് മാവോ സേതുങ് ഉൾപ്പെടെയുള്ള അവർ സ്വീകരിച്ച സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ നയങ്ങളോട് യോജിച്ചവര് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും പുറത്തുപോയി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന പേരിൽ പുതിയൊരു രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം കൊടുത്തു. ഇതാണ് ഏകദേശം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ചുള്ള, ഇന്ത്യയിലെ മറ്റൊരു പ്രതിപക്ഷ പാർട്ടിയെക്കുറിച്ചുള്ള ഏകദേശ രൂപം. അടുത്തത് ഭാരതീയ ജനസംഘം. 1951 രൂപീകൃതമായ ഭാരതീയ ജനസംഘം മറ്റൊരു പ്രമുഖ പാർട്ടി. സോഷ്യലിസ്റ്റ് പാർട്ടി,
കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, ഭാരതീയ ജനസംഘം. ഒരു പ്രധാന പ്രതിപക്ഷ കക്ഷിയായിരുന്നു. 1951 ഈ പാർട്ടി രൂപീകൃതം ആയത്. നമുക്കറിയാം, ഇതിന്റെ സ്ഥാപക പ്രസിഡന്റ് ആയിരുന്നു ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി. ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ നേതൃത്വത്തിൽ ഭാരതീയ ജനസംഘം 1951 രൂപീകരിച്ചു. രാഷ്ട്രീയ സ്വയം സേവക് സംഘത്തിന്റെയും ഹിന്ദു മഹാസഭയുടെയും പൈതൃകമാണ് ഈ പ്രസ്ഥാനത്തിനുണ്ടായിരുന്നത്. അതായത് അതിനു മുമ്പേ തന്നെ ഇന്ത്യയിൽ പ്രവർത്തിച്ചിരുന്ന രാഷ്ട്രീയ സ്വയം സേവക് സംഘത്തിന്റെയും ഹിന്ദു മഹാസഭയുടെയും പൈതൃകം ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയ പാർട്ടിയായിരുന്നു ഭാരതീയ ജനസംഘം എന്ന് പറയുന്നത്. അതിന്റെ പ്രധാന പ്രത്യയശാസ്ത്രവും പരിപാടികളും പരിശോധിച്ചാൽ ഒരു 3-4 പ്രത്യേകതകളുണ്ട്. പ്രത്യയശാസ്ത്രപരമായ ആശയങ്ങൾ ഉണ്ട് ഈ ഭാരതീയ ജനസംഘത്തിന്. ഒന്ന്, ഭാരതീയ സംസ്കാരത്തിനും ദേശീയതയ്ക്കും ഊന്നൽ നൽകുക. ഭാരതീയ ജനസംഘത്തിന്റെ പ്രത്യയശാസ്ത്രമാണ്. ദേശീയതയ്ക്കും ഭാരതീയ സംസ്കാരത്തിനും ഊന്നൽ നൽകുക, മറ്റുള്ളതിനെയൊക്കെ തിരസ്കരിക്കുക. ഭാരതീയ സംസ്കാരത്തിനും ദേശീയതയ്ക്കും ഊന്നൽ നൽകുക. ഏകരാജ്യം, ഏകരാഷ്ട്രം, ഏക സംസ്കാരം. ഇതിന്റെ മുദ്രാവാക്യമാണ് പരീക്ഷ പെരുമാറും ചോദിച്ചിട്ടുള്ള ഏകരാജ്യം, ഏകരാഷ്ട്രം, ഏക സംസ്കാരം എന്ന് വെച്ചാൽ ഏകീകരിക്കപ്പെട്ട രാജ്യം. പക്ഷെ അന്നത്തെ പഴയ ഇന്ത്യയുടെ ഭാഗമായിരുന്ന പാകിസ്ഥാനും ബംഗ്ലാദേശും എല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച രാഷ്ട്രം. എല്ലാ വിഭാഗം ജനങ്ങൾ കൂടി അത്തരത്തിൽ ഒരു രാജ്യം. ഏക സംസ്കാരം, എല്ലാവരും ഒരു രീതിയിലേക്ക് വരിക, ഒരു സംസ്കാരത്തിലേക്ക് വരിക. ഇത് ഭാരതീയ ജനസംഘത്തിന്റെ പ്രത്യയശാസ്ത്രത്തിൽ ഒന്ന്. അഖണ്ഡ ഭാരതം, അതുപോലെ അവർ മുന്നോട്ട് വെച്ചത് വിഭജിച്ചു പോയെങ്കിലും ഈ ബംഗ്ലാദേശും പാകിസ്ഥാനെയും ഒക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് അഖണ്ഡ ഭാരതം സ്ഥാപിക്കാൻ നിലകൊള്ളുന്ന പാർട്ടിയാണ്. ഇംഗ്ലീഷിന്റെ സ്ഥാനത്ത് ഹിന്ദിയെ ഔദ്യോഗിക ഭാഷയാക്കണമെന്ന് അഭിപ്രായപ്പെടുന്ന പാർട്ടി. അതുപോലെ തന്നെ മത സാംസ്കാരിക ന്യൂനപക്ഷങ്ങൾക്ക് ആനുകൂല്യങ്ങൾ നൽകുന്നതിന് എതിരായ നിലപാട് സ്വീകരിച്ചു. ചൈനയുടെ ആണവായുധ പരീക്ഷണങ്ങൾക്ക് എതിരായ നിലപാട് സ്വീകരിച്ചു. ഇതാണ് ഭാരതീയ ജനസംഘത്തിന്റെ പ്രധാനപ്പെട്ട പ്രത്യയശാസ്ത്ര പരിപാടികൾ. ഒന്ന്, പ്രത്യയശാസ്ത്രപരമായി അവർ സ്വീകരിച്ച നടപടി ഭാരതീയ സംസ്കാരവും ദേശീയതയ്ക്കും ഊന്നൽ നൽകുക. ഭാരതീയ സംസ്കാരത്തിനും ദേശീയതയ്ക്കും ഊന്നൽ നൽകുക. ഏകരാഷ്ട്രം, ഏകരാജ്യം, ഏക സംസ്കാരം സ്ഥാപിക്കുക. പാകിസ്ഥാനെയും ബംഗ്ലാദേശിനെയും ഒക്കെ ചേർത്ത് അഖണ്ഡ ഭാരതം സ്ഥാപിക്കുക. ഇംഗ്ലീഷിന് പകരം ഹിന്ദിയെ ഔദ്യോഗിക ഭാഷയാക്കുക. മത ന്യൂനപക്ഷങ്ങൾക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾക്ക് എതിരായി നിലനിൽക്കുക. ചൈനയുടെ ആണവ പരീക്ഷണങ്ങളെ എതിർക്കുക. ഈ പ്രത്യയശാസ്ത്രത്തിൽ രൂപീകൃതമായ പാർട്ടിയാണ് ഭാരതീയ ജനസംഘം. അത് മാത്രമല്ല, ഇന്ത്യക്ക് വേണ്ടി ആണവായുധം വികസിപ്പിക്കണം എന്ന് ശക്തമായി വാദിച്ചു. എന്നാൽ 1952 തെരഞ്ഞെടുപ്പിൽ ഇവർക്ക് 2 സീറ്റാണ് ലഭിച്ചത്. രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ അത് 4 വർദ്ധിച്ചു. ഇതിന്റെ പ്രമുഖ നേതാക്കന്മാരായിരുന്നു ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി, ദീൻ ദയാൽ ഉപാധ്യായ, ബൽരാജ്, മധോക് തുടങ്ങിയവരൊക്കെയായിരുന്നു ഇതിന്റെ പ്രമുഖ നേതാക്കന്മാർ. ഭാരതീയ ജനസംഘത്തിന്റെ ആദ്യകാല പ്രമുഖ നേതാക്കന്മാരായിരുന്നു ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി, ദീൻ ദയാൽ ഉപാധ്യായ, മധോക്, ബൽരാജ് തുടങ്ങിയവരായിരുന്നു ജനസംഘത്തിന്റെ പ്രമുഖ നേതാക്കന്മാർ. 1977 ഇവർ ജനതാ പാർട്ടിയിൽ ലയിച്ചു. കോൺഗ്രസിൽ നിന്ന് ഭിന്നിച്ചു വന്നവരും ഒക്കെ കൂടെ ചേർന്നുണ്ടാക്കിയ ഒരു താൽക്കാലിക പ്രതിഭാസം ജനതാ പാർട്ടി. 1977 ഭാരതീയ ജനസംഘം ജനതാ പാർട്ടിയിൽ ലഭിച്ചു. എന്നാൽ 1980 പഴയ ജനസംഘത്തിന്റെ നേതാക്കന്മാർ ജനതാ പാർട്ടിയിൽ നിന്നും പുറത്തുപോയി മറ്റൊരു പാർട്ടി രൂപീകരിച്ചു. ആ പാർട്ടിയുടെ പേരാണ് ഭാരതീയ ജനതാ പാർട്ടി.
അപ്പൊ ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്നത് ഭാരതീയ ജനസംഘത്തിന്റെ പൈതൃകം ഉൾക്കൊള്ളുന്നവരാണ്. 1980 ഇവർ ജനതാ പാർട്ടി 77 ജനസംഘം ജനതാ പാർട്ടിയിൽ ലയിച്ചു. 1980 ആ പഴയ ഭാരതീയ ജനസംഘത്തിന്റെ നേതാക്കന്മാരും പിന്തുടർച്ചക്കാരുമായിട്ടുള്ള ആൾക്കാര് ജനതാ പാർട്ടിയിൽ നിന്നും പുറത്തു വന്നിട്ട് രൂപീകരിച്ച പുതിയ പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്നത്. അടുത്തത് സ്വതന്ത്രതാ പാർട്ടി. നമ്മൾ പറഞ്ഞു സോഷ്യലിസ്റ്റ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ അടുത്ത ആദ്യകാല പ്രതിപക്ഷ പാർട്ടികളാണ് ഈ പറയുന്നത് ഭാരതീയ ജനസംഘം. അടുത്തത് സ്വതന്ത്രതാ പാർട്ടി. നാലാമത്തെ ഒരു പ്രമുഖ പാർട്ടിയായിരുന്നു സ്വതന്ത്രതാ പാർട്ടി. ഈ സ്വതന്ത്രതാ പാർട്ടിയുടെ ഒരു പ്രമുഖ നേതാവായിരുന്നു സ്വതന്ത്ര ഇന്ത്യയിലെ ഒടുവിലത്തെയും ആദ്യത്തെയുമായ ഗവർണർ ജനറലായിരുന്ന സി രാജഗോപാലാചാരി. പരീക്ഷയ്ക്കും ടെസ്റ്റുകൾക്കൊക്കെ ചോദിക്കാവുന്നതാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തേതും എന്നാൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഒടുവിലത്തേതുമായ ഗവർണർ ജനറൽ സി രാജഗോപാലാചാരി. ഈ സി രാജഗോപാലാചാരിയും നമുക്കറിയാം, അദ്ദേഹത്തിന്റെ വേറൊരു പ്രത്യേകത അറിയാം. ഭാരത രത്നം ആദ്യമായി ലഭിച്ച ആളാണ് സി രാജഗോപാലാചാരി. സ്വതന്ത്രതാ പാർട്ടിയുടെ നേതാവായിരുന്ന സി രാജഗോപാലാചാരി ഭാരതരത്നം ആദ്യമായി ഇന്ത്യയിൽ ലഭിച്ച ആളാണ്. സി രാജഗോപാലാചാരി സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ഭാരതരത്നം അവാർഡ് ലഭിച്ച ബഹുമതി ലഭിച്ച വ്യക്തിയാണ് സി രാജഗോപാലാചാരി. അപ്പോ സ്വാതന്ത്ര്യത്തിന് തൊട്ടുമുമ്പ് ഏറ്റവും ഒടുവിലത്തേതും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ആദ്യത്തേതുമായ ഗവർണർ ജനറൽ അദ്ദേഹമായിരുന്നു, സി രാജഗോപാലാചാരി ആയിരുന്നു. അതുകൂടാതെ കെ എം മുൻഷി, എൻ ജി രംഗ, മിനു മസാനി തുടങ്ങിയവരൊക്കെയായിരുന്നു സ്വതന്ത്ര പാർട്ടിയുടെ പ്രമുഖ നേതാക്കന്മാർ. ഞാൻ പറഞ്ഞു മാച്ചതി ഫോളോയിങ്ങിലൊക്കെ ചോദിക്കുക, അവരുടെ പേര് പ്രത്യേകം ലിസ്റ്റ് ചെയ്ത് നോട്ട്ബുക്കിൽ പ്രത്യേകം ലിസ്റ്റ് ചെയ്ത് പഠിക്കണം. സി രാജഗോപാലാചാരി, മിനു മസാനി, എൻ ജി രംഗ, കെ എം മുൻഷി തുടങ്ങിയവരൊക്കെ സ്വതന്ത്രതാ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരായിരുന്നു. 1959 കോൺഗ്രസിന്റെ നിർണായകമായ ഒരു സമ്മേളനം നാഗപ്പൂരിൽ നടന്നു. അഖിലേന്ത്യാ സമ്മേളനം നാഗപ്പൂരിൽ 1959 നടന്നു. ആ 1959 കോൺഗ്രസിന്റെ നാഗപ്പൂർ സമ്മേളനത്തിലെ ഉണ്ടായ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് സ്വതന്ത്രതാ പാർട്ടി രൂപീകരിക്കുന്നത്. അതുവരെ ഒരു കോൺഗ്രസിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചവരാണ് ഇവരെല്ലാം. 1959 നാഗപ്പൂർ സമ്മേളനത്തിനോട് അഭിപ്രായങ്ങളിൽ വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് എടുത്ത തീരുമാനങ്ങളോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടാണ് കോൺഗ്രസിൽ നിന്നും പുറത്തു വന്ന് സ്വതന്ത്രതാ പാർട്ടി രൂപീകരിക്കാൻ അല്ലെങ്കിൽ സ്വതന്ത്രതാ പാർട്ടിക്ക് രൂപം നൽകിയത്. എന്താ 1900 പരീക്ഷയ്ക്ക് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. 1959 നാഗപ്പൂർ സമ്മേളനത്തിൽ കോൺഗ്രസ് എടുത്ത നയ തീരുമാനങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒന്ന്, ഭൂപരിഷ്കരണം നടപ്പിലാക്കുക. കാരണം മഹാഭൂരിപക്ഷം വരുന്ന ഇന്ത്യയിലെ ജനങ്ങൾക്ക് സ്വന്തമായി ഭൂമിയില്ല, പാട്ടത്തിന് കൃഷി ചെയ്യുന്ന രീതിയും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്ന, കുടിയാനായിട്ട് കഴിയുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ ഭൂപരിഷ്കരണം നടപ്പിലാക്കുക, ഭക്ഷ്യധാന്യ വിതരണത്തിന്റെ ചുമതല ഗവൺമെന്റ് ഏറ്റെടുക്കുക, കൃഷി സഹകരണ അടിസ്ഥാനത്തിലാക്കുക എന്നിവയാണ് 1959 നാഗപ്പൂർ സമ്മേളനം എടുത്ത നിർണായകമായ തീരുമാനങ്ങൾ. ഒരു വലിയ സാമൂഹ്യ മാറ്റത്തിന് ഇട നൽകുന്ന തീരുമാനങ്ങളായിരുന്നു. അത് നടപ്പിലായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വേറെ കാര്യം, വിമർശന ബുദ്ധി അത് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. പക്ഷെ 1959 കോൺഗ്രസിന്റെ നാഗപ്പൂർ സമ്മേളനത്തിൽ നിർണായകമായി നയതീരുമാനങ്ങൾ എടുത്തു. ഭൂപരിഷ്കരണം നടപ്പിലാക്കുക, അതുപോലെ തന്നെ ഭക്ഷ്യധാന്യത്തിന്റെ വിതരണം പൊതു ഉടമസ്ഥയിൽ എന്ന് വെച്ചാൽ ഗവൺമെന്റ് ഉടമസ്ഥതയിൽ ആക്കുക അല്ലെങ്കിൽ നിയന്ത്രിക്കുക, അതിലുപരി കൃഷി സഹകരണാടിസ്ഥാനത്തിലാക്കുക. ഈ നയങ്ങളോട് വിയോജിച്ചുകൊണ്ടാണ് ഇതൊന്നും വേണ്ട എന്ന അഭിപ്രായമുള്ള വിഭാഗക്കാരാണ് കോൺഗ്രസിൽ നിന്നും പുറത്തുപോയി 1959 ഈ പറയുന്ന സ്വതന്ത്രതാ പാർട്ടി രൂപീകരിക്കുന്ന സി രാജഗോപാലാചാര്യയുടെ നേതൃത്വത്തിൽ. ഈ സ്വതന്ത്രതാ പാർട്ടി എടുത്ത നിലപാട് എന്ന് പറയുന്നത് ഇനി പറയുന്നവയാണ്. സമ്പദ് വ്യവസ്ഥയുടെ മേലുള്ള ഗവൺമെന്റിന്റെ നിയന്ത്രണം കുറയ്ക്കുക, യഥേഷ്ടം സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിക്കുക, ഗവൺമെന്റ് കൂടുതൽ സമ്പദ് മേഖലയിൽ സ്വാധീനം
ചെലുത്താതിരിക്കുക, സമ്പദ് മേഖലയിലുള്ള ഗവൺമെന്റിന്റെ സ്വാധീനം കുറയ്ക്കുക, പൊതുമേഖലയ്ക്ക് എതിരായിരുന്നു അവര്, സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിക്കുക, കൂടുതൽ സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിക്കുക. പൊതുമേഖലയുടെ സോഷ്യലിസ്റ്റ് വ്യവസ്ഥയുടെ പ്രത്യേകതയാണ് കേന്ദ്രീകൃത ആസൂത്രണം. ആ കേന്ദ്രീകൃത ആസൂത്രണത്തിന് എതിരായിരുന്നു. അതുപോലെ സോഷ്യലിസത്തിന്റെ മറ്റൊരു നടപടിയായിരുന്നു അല്ലെങ്കിൽ നയമായിരുന്നു ദേശസാൽക്കരണം, ഗവൺമെന്റ് ഏറ്റെടുക്കൽ, സ്വകാര്യ സ്വത്തും മറ്റു കാര്യങ്ങളും ഒക്കെ ഗവൺമെന്റ് ഏറ്റെടുക്കൽ. അപ്പൊ കേന്ദ്രീകൃത ആസൂത്രണവും ദേശസാൽക്കരണവും സോഷ്യലിസത്തിന്റെ ഭാഗമാണ്. അപ്പൊ കേന്ദ്രീകൃത ആസൂത്രണത്തെയും അതോടൊപ്പം തന്നെ ദേശസാൽക്കരണത്തെയും ശക്തമായി സ്വതന്ത്രതാ പാർട്ടി എതിർത്തു. അതുപോലെ തന്നെ കാർഷിക ഭൂപരിധി നിർണയിക്കുക എന്ന അഭിപ്രായത്തെ എതിർത്തു. സഹകരണ മേഖലയിലുള്ള കൃഷിയെ എതിർത്തു. ഗവൺമെന്റ് നിയന്ത്രണത്തിൽ ഭക്ഷ്യധാന്യ വിതരണം നടത്തുന്നതിനെ എതിർത്തു. ഞാൻ പറഞ്ഞ 1959 ഈ പറയുന്ന കോൺഗ്രസ് നാഗ്പൂർ സമ്മേളനത്തിലത്തെ കോൺഗ്രസിന്റെ നയങ്ങളെ അപ്പാടെ വിമർശിച്ചുകൊണ്ട് എതിർത്തുകൊണ്ടുമാണ്. അതുപോലെ തന്നെ വിദേശ നയത്തിൽ ചേരിചേരാ നയത്തെ എതിർക്കുകയും സോവിയറ്റ് യൂണിയനുമായിട്ടുള്ള സൗഹൃദത്തെ എതിർക്കുകയും ചെയ്തിട്ട് അമേരിക്കയുമായി സൗഹൃദം സ്ഥാപിക്കണമെന്ന് വാദിച്ചു. ഇതിൽ പ്രധാനമായിട്ടും അംഗങ്ങളായത് ജന്മിമാര്, നാട്ടുരാജാക്കന്മാര്, വ്യവസായികള്, വ്യാപാരികൾ തുടങ്ങിയവരൊക്കെ ആയിരുന്നു. ഇതാണ് സ്വതന്ത്രതാ പാർട്ടിയുടെ പ്രത്യേകത. സ്വതന്ത്രതാ പാർട്ടിയുടെ പ്രത്യേകത ഞാൻ സൂചിപ്പിച്ചു. സമ്പദ് വ്യവസ്ഥയുടെ മേലുള്ള നിയന്ത്രണങ്ങൾ പൂർണ്ണമായും നീക്കുക എന്ന് വെച്ചാൽ സ്വകാര്യ മേഖലയ്ക്ക് ഊന്നൽ നൽകുന്ന നയം. അതാണ് സ്വതന്ത്രതാ പാർട്ടിയുടെ പ്രത്യേകത. സ്വകാര്യ മേഖലയ്ക്ക് കൂടുതൽ ഊന്നൽ നൽകുക, നിയന്ത്രണം സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കുക, പൊതുമേഖലയ്ക്ക് എതിരായ നിലപാട് സ്വീകരിച്ചു, പ്രൈവറ്റൈസേഷന് വേണ്ടി നിലകൊണ്ടു, സ്വകാര്യവൽക്കരണത്തിനു വേണ്ടി നിലകൊണ്ടു, ഭൂമിക്ക് പരിധി നിർണ്ണയിക്കുന്നതിനെ എതിർത്തു, കൂട്ടുകൃഷി സമ്പ്രദായത്തെ അല്ലെങ്കിൽ സഹകരണാടിസ്ഥാനത്തിലുള്ള കൃഷിയെ എതിർത്തു, ഭൂപരിഷ്കരണത്തെ എതിർത്തു, ഗവൺമെന്റ് നിയന്ത്രണങ്ങൾ പരമാവധി കുറയ്ക്കണമെന്ന് അഭിപ്രായപ്പെട്ടു, ഭക്ഷ്യധാന്യ വിതരണം ഗവൺമെന്റ് ഏറ്റെടുക്കരുതെന്ന് ആവശ്യപ്പെട്ടു. അതുപോലെ തന്നെ വിദേശ നയം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യ സ്വീകരിച്ചത് ചേരിചേരാ നയമാണ്. ലോകം തന്നെ, അത് പിന്നീട് നമ്മൾ പഠിക്കും, ലോകം തന്നെ രണ്ട് ശാക്തിക ചേരികളായി മാറി. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള മുതലാളിത്ത ചേരിയും സോവിയറ്റ് യൂണിയന്റെ നേതൃത്വത്തിലുള്ള സോഷ്യലിസ്റ്റ് ചേരിയും. അപ്പൊ ഇങ്ങനെ രണ്ടായിട്ട് മാറിയപ്പോ ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളും ഈ രണ്ട് ചേരികളിലായി അണിനിരന്നപ്പോൾ നമ്മൾ സ്വീകരിച്ചത് ചേരിചേരാ നയം. രണ്ട് ചേരികളോടും തുല്യമായ അകലം പാലിച്ചു. എങ്കിലും നെഹ്റുവിന്റെ കാലയളവിലും ഒക്കെ നമുക്കറിയാവുന്നതാണ്, സോവിയറ്റ് യൂണിയനോട് പ്രത്യേക ആഭിമുഖ്യം ഉണ്ടായിരുന്നു. സോവിയറ്റ് യൂണിയനുമായി സൗഹൃദമാണ് സ്ഥാപിച്ചിരുന്നത്. ഈ സൗഹൃദം പാടില്ല, മറിച്ച് അമേരിക്കയുമായിട്ടുള്ള സൗഹൃദം മതി എന്ന അഭിപ്രായം. അതുകൊണ്ട് തന്നെ നമ്മളറിയാം, ഈ നയത്തിനോട് യോജിക്കുന്നവരാരാ? ഭൂജന്മിമാര്, നാട്ടുരാജാക്കന്മാര്, വ്യവസായികള്, അതുപോലെ ധനികരായിട്ടുള്ള മറ്റ് ആൾക്കാര്, വ്യാപാരികള് തുടങ്ങിയവരൊക്കെ ആയിരുന്നു ഇതിന്റെ പ്രമുഖ പ്രവർത്തകരും നേതാക്കന്മാരും. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ ഒരു വരേണ്യവർഗം മാത്രത്തിന്റെ താല്പര്യം മാത്രം സംരക്ഷിക്കുന്നതിന് വേണ്ടി നിലകൊണ്ട പാർട്ടി എന്നുള്ള നിലയിൽ അധികം ആയുസ് ഈ സ്വതന്ത്രതാ പാർട്ടിക്ക് ഉണ്ടായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അങ്ങനെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യകാലത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികളാണ് ഈ പറഞ്ഞവയൊക്കെ. 1 സോഷ്യലിസ്റ്റ് പാർട്ടി, 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, 3 ഭാരതീയ ജനസംഘം, 4 സ്വതന്ത്രതാ പാർട്ടി. വേറെ ഒരുപാട് പാർട്ടികളുണ്ടായിരുന്നു. എടുത്തു പറയത്തക്ക പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികൾ ഈ പറഞ്ഞവ ആയിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് രണ്ടാമത്തെ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പൊ ചെയ്യേണ്ടത്, ഇതിനകത്തുനിന്ന് ചോദിക്കുക, ഇത് വായിക്കുക. ഞാൻ പുസ്തകത്തിന്റെ PDF ഫയൽ അയച്ചിട്ടുണ്ട്, ആ ഫസ്റ്റ് പാർട്ടിന്റെ. അപ്പോൾ പുസ്തകം വായിക്കുക, വായിച്ചിട്ട് ഈ ക്ലാസ്സൂടെ കേട്ടിട്ട് പിന്നെ ഇതിനകത്തുനിന്നും 1 മാർക്കിന് ചോദിക്കാവുന്നത് മുഴുവൻ രേഖപ്പെടുത്തുക. എന്നിട്ട് ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന വിലയിരുത്തൽ ചോദ്യങ്ങളുണ്ട്. ആ വിലയിരുത്തൽ ചോദ്യങ്ങൾ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അതിന് ഉത്തര സൂചികയും കൂടെ നോക്കി അതിന്റെ ഉത്തരങ്ങൾ ബ്രീഫായിട്ട് എഴുതി വെക്കുക. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക, നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ പറയുക. ഒരിക്കൽ കൂടി നന്ദി. വീണ്ടും കാണാം.